എന്റെ വോയിസ് ഓക്കെ ആണോ? ഇടയ്ക്കൊന്ന് ഓഫ് ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. എന്റെ വോയിസ് ഇപ്പൊ കേൾക്കാവോ എനിക്ക്? കേൾക്കാലോ. കുറെ ഇടയ്ക്ക് ഓഫായി പോയായിരുന്നോ ഞാൻ പറഞ്ഞത്? എങ്ങനെ അവസ്ഥ അറിയില്ല, ഇതുവരെ ഒന്നും കേട്ടില്ല. ഇപ്പോഴാണ് സാറിന്റെ സൗണ്ട് കേട്ടത്. ഓക്കെ ഓക്കെ ഓക്കെ. വേറെന്തെങ്കിലും നോയ്സ് വരുന്നുണ്ടോ? എക്സ്ട്രാ നോയ്സോ? അല്ലോ ഇല്ലല്ലോ. ഇല്ല. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹബിഹി അജ്മഈന ബിറളില്ലാഹി അമ്മാ ബഅദ്. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. യാ റബ്ബി ബിൽ മുസ്തഫ ബല്ലിഗ് മഖാസിദനാ വഗ്ഫിർ ലനാ മാ മളാ യാ വാസിഅൽ കറം. ഏറെ ബഹുമാനം നിറഞ്ഞ റൈറ്റ് അക്കാദമിയിലെ പഠിതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇൻഷാ അല്ലാഹ് നമ്മൾ ഇന്ന് അറബിക് പെഡഗോജിയുടെ രണ്ടാമത്തെ ക്ലാസ്സിലാണുള്ളത്. ഇപ്പൊ കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തത് തുർക്കു തദ്രീസിന് മുമ്പ് വരെയുള്ള, അതായത് തിയറീസ് ഓഫ് ലേണിംഗ് വരെയുള്ള ഒരു പാർട്ടാണ്. ഇൻഷാ അല്ലാഹ് നമ്മൾ ഇന്നത്തെ സെഷനിൽ കുറച്ചുകൂടി ഭാഗങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ വേണ്ടി ഉദ്ദേശിക്കുന്നുണ്ട്. അതിലാദ്യമായിട്ട് ടീച്ചിങ് മെത്തേഡുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളിലേക്കാണ് കഴിഞ്ഞ ഏപ്രിൽ 2024 കേട്ടറ്റ് കാറ്റഗറി 3-4 വിഷയങ്ങളിൽ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളിലേക്കാണ് ഇറങ്ങിച്ചെല്ലുന്നത്. ഇൻഷാ അല്ലാഹ് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. അതുപോലെ തന്നെ ക്വസ്റ്റ്യൻ കാണുമ്പോൾ നിങ്ങൾ അതിന്റെ ആൻസറിലേക്ക് കൂടെ എത്താൻ വേണ്ടി ശ്രമിക്കണം. ചോദ്യം ഇതാണ്: ലൈസ മിൻ മആയിരി അത്തുർക്കു തദ്രീസ്. ഈ തുർക്കു തദ്രീസിന്റെ അഥവാ ടീച്ചിങ് മെത്തേഡിന്റെ അളവുകോൽ, മെഷർമെന്റിൽ പെടാത്തത് എന്നതാണ്. അതായത് ടീച്ചിങ് മെത്തേഡുകൾ എന്താണ് നമ്മൾ വെക്കുന്ന സമയത്ത്, അതായത് ടീച്ചിങ് മെത്തേഡ് യൂസ് ചെയ്യുന്ന സമയത്ത് അത് ടീച്ചിങ് മെത്തേഡ് ചില മെഷർമെന്റിനനുസരിച്ച് യോജിക്കുന്നതാണോ അല്ലയോ നമ്മൾ തിരക്കാറുണ്ട്. അപ്പോ ഇതിൽ പെടാത്തത് എന്താണെന്നുള്ളതാണ്. ഇപ്പൊ ടീച്ചിങ് മെത്തേഡ് എപ്പോഴും മുലായിമത്തുൽ ഇഹ്ദാഫി ദറസാണോ, അതല്ല മുലായിമത്തുൽ ഇസ്റാഫിൽ വഖത്താണോ യോജിക്കാതെ വരുന്നത്, അതോ മുനാസിബത്തുൽ മുസ്തവയാണോ, മുലായിമത്തുൽ മുസ്തവത്തുല്ലാബാണ്? ഇതിൽ ഏതാണ് യോജിക്കാതെ വരുന്നതെന്നൊന്ന് കണ്ടെത്തണം കേട്ടോ. എന്റെ മാനയിലേക്ക് വരാണെങ്കിൽ മുലായിമത്തുൽ ഇഹ്ദാഫി ദറസ് ഈ പഠനത്തിന്റെ ലക്ഷ്യങ്ങൾക്ക് അനുസരിച്ചിട്ടുള്ളതായിരിക്കണം തുർക്കു തദ്രീസ് എന്ന് പറയാം. അതായത് ഒരു പാഠഭാഗം പഠിപ്പിക്കാൻ ഒരു മിനിറ്റ് സ്ക്രീന് കാണില്ലല്ലോ. എല്ലാവർക്കും കാണുന്നുണ്ടോ? സ്ക്രീന് എല്ലാവർക്കും ഓക്കെ അല്ലേ? ഓക്കെ ആണെന്ന് ഞാൻ വിചാരിക്കുന്നു കേട്ടോ. ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഓക്കെ. ഇപ്പൊ മുലായിമത്തുൽ ഇഹ്ദാഫ് ദറസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ലക്ഷ്യങ്ങൾക്ക് അനുസരിച്ചിട്ടായിരിക്കണം, അഥവാ ലേണിംഗ് ഒബ്ജക്റ്റീവ്സിന് അനുസരിച്ചിട്ടായിരിക്കണം എന്നാ പറയുന്നത്. പിന്നെ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് മുലായിമത്തുൽ ഇസ്റാഫിൽ വഖത്ത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് സമയം നഷ്ടപ്പെടുത്താൻ വേണ്ടിയിട്ട്, സമയം നഷ്ടപ്പെടുത്താൻ അനുയോജ്യമായതായിരിക്കണം എന്നുള്ളതാണ്. പിന്നെ മുനാസിബത്തുൽ മുഹ്തവ, കണ്ടന്റുകൾ അനുസരിച്ചിട്ടുള്ളതായിരിക്കണം തുർക്കു തദ്രീസ്. അഥവാ പഠിപ്പിക്കാൻ ഉപയോഗിക്കുന്ന കണ്ടന്റ് എന്താണ്. ഇപ്പൊ കിസ്സയാണ് പഠിപ്പിക്കാനുണ്ടെങ്കിൽ, അല്ലെങ്കിൽ മസ്രഹിയാണ് പഠിപ്പിക്കുന്നതെങ്കിൽ, ആ മസ്രഹിയെ പഠിപ്പിക്കാൻ ഉപയോഗിക്കുന്ന കുട്ടികളിലേക്ക് എത്തിച്ചേരാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് മെത്തേഡാണ് യൂസ് ചെയ്യേണ്ടത്. അതാണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ മുലായിമത്തുൽ മുസ്തവത്തുല്ല, കുട്ടികളുടെ നിലവാരത്തിനനുസരിച്ച് കൊണ്ടുള്ളതായിരിക്കണം. അതായത് LP തലങ്ങളിൽ പഠിപ്പിക്കേണ്ട കുട്ടികൾ, UP തലങ്ങളിൽ പഠിപ്പിക്കേണ്ട കുട്ടികൾ, ഹയർ സെക്കൻഡറി തലങ്ങളിൽ പഠിപ്പിക്കേണ്ട കുട്ടികൾ, അങ്ങനെ ഓരോ കുട്ടികൾക്കും ഓരോ തലങ്ങളുണ്ട്. ആ തലങ്ങൾക്ക് അനുസരിച്ചിട്ടായിരിക്കണം തുർക്കു തദ്രീസ് ഉണ്ടാവുക എന്നുള്ളത്. അപ്പൊ അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ഇതിന്റെ അകത്ത് ഏതാണ് സ്റ്റേറ്റ്മെന്റ് ശരിയായി വരാത്തത്? ഓപ്ഷൻ ബി ആണല്ലേ. കാരണം ഒരിക്കലും നമ്മുടെ എന്താണ് സമയം നഷ്ടപ്പെടുത്താനല്ല തുർക്കു തദ്രീസ് അഥവാ ടീച്ചിങ് മെത്തേഡ് നമ്മൾ യൂസ് ചെയ്യുക. ഒരു മെത്തേഡ് യൂസ് ചെയ്ത് പഠിപ്പിക്കുന്നത് പകരം എന്തിനായിരിക്കാം, എപ്പോഴും ആ വഖത്തിനെ നമുക്ക് സംരക്ഷിക്കാനൊക്കെ, അഥവാ ടീച്ചിങ് ടൈമിനെ ഒരു കൃത്യമായ ടൈമിനുള്ളിൽ തന്നെ അവരെ പഠിപ്പിച്ച് തീർക്കാൻ വേണ്ടിയിട്ടാണ്, വളരെ ഇൻട്രസ്റ്റിംഗ് ആവാൻ വേണ്ടിയിട്ടാണ്. അപ്പോ അതിൽ പെടാത്തൊരു സാധനം എന്ന് പറയുന്നത് മുലായിമത്തുൽ ഇസ്റാഫിൽ വഖത്ത് എന്നുള്ളതാണ്. അടുത്തൊരു ചോദ്യം: തുർക്കു തഅലീമുൽ ഹാലിയ, നിലവിലുള്ള ടീച്ചിങ് മെത്തേഡുകൾ അത് എന്ത് ബേസിലാണ് ഉള്ളത്? തൽഖീൻ, കാണാതെ പഠിപ്പിക്കലിനാണോ, അല്ല നമ്മളെ ഇങ്ങനെ വാമൊരിയായിട്ട് സംസാരിക്കുന്നതിന്റെ വിഷയത്തിലാണോ, അതോ പറഞ്ഞു കൊടുക്കലാണോ? തഅലീമുൽ തഫാഉലി,
കോപ്പറേറ്റീവ് ലേണിങ്ങിലാണോ, അൽ ഹിഫ്ള് കാണാപാഠം പഠിപ്പിക്കുന്നതിലാണോ, അൽ വാജിബാത്തുൽ മൻസിലിയ ഹോംവർക്ക് ബേസ്ഡ് ആണ്? നിലവിലുള്ള ടീച്ചിങ് മെത്തേഡുകളൊക്കെ തന്നെ. ഏത് ബേസിലാണ്? നിങ്ങൾ പറഞ്ഞതുപോലെ തഅലീമു തഫാഉലിയ അല്ലെ, തഅലീമു തഫാഉലിയ കോപ്പറേറ്റീവ് ലേണിംഗ് എന്ന ബേസിലാണ് ഈ പറയുന്ന നിലവിലുള്ള ടീച്ചിങ് മെത്തേഡുകളൊക്കെ ഉള്ളത്. അടുത്തൊരു ചോദ്യം, ത്വരീഖത്തുൽ ഇസ്തിംബാത്തിയ എന്ന് നമ്മൾ പറയുന്ന ഒരു മെത്തേഡുണ്ട്. അതിനെ എന്ത് പേരിലാണ് മറ്റൊരു പേരിൽ അറിയപ്പെടുന്നത്? ഇസ്തിദലാലിയ എന്നാണോ, ഇസ്തിഖറാഇയ എന്നാണോ, അൽ ഖിയാസിയ എന്നതാണോ, ജമീഉ മാ ദുക്കിറ? ബി ഇസ്തിഖറാഇയ. അൽ ഇസ്തിഖറാഇയ എന്നുള്ളതാണ്. അടുത്തൊരു ചോദ്യം, ഇഖ്തർ അഹ്സന ത്വരീഖത്തും മിന ത്വറായിഖി ലിതദ്രീസ് മുബാദിലുവ. ഭാഷാ പഠനത്തിന് വേണ്ടി നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത്, ഭാഷ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാവുന്ന ഏറ്റവും ബെസ്റ്റ് മെത്തേഡ് ഓഫ് ടീച്ചിങ് ഏതാണ്? അഥവാ ടീച്ചിങ് മെത്തേഡ്സിൽ ഏറ്റവും ബെസ്റ്റ് മെത്തേഡ് എന്നുള്ളത് ഏതാണ്? എന്താണ്? ഇസ്തിംബാത്തിയാണോ, ഡിഡക്റ്റീവ് മെത്തേഡാണോ, ത്വരീഖത്ത് തർജുമ ട്രാൻസ്ലേഷൻ മെത്തേഡാണോ, ത്വരീഖത്തുൽ മുബാശറ ഡയറക്റ്റീവ് മെത്തേഡാണോ, ത്വരീഖത്തുൽ ഇൽഖാഇയ ലെക്ചറിങ് മെത്തേഡാണോ? ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, മുബാദിഉൽ ലുവ എന്ന് പ്രത്യേകം അടിവരയിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. എന്താണ് മുബാദിഉൽ ലുവ എന്ന് വെച്ച് കഴിഞ്ഞാല് ഗ്രാമർ കാര്യങ്ങളൊക്കെയാണ്, അല്ലെങ്കിൽ ബേസിക് പ്രിൻസിപ്പിൾസ് ആണ്. അപ്പൊ അങ്ങനെയെങ്കിൽ ഏതാണെന്നാണ് ചോദ്യം. ഇസ്തിംബാത്തിയാണോ, തർജുമയാണോ, മുബാശിറയാണോ, ഇൽഖായിയാണോ എന്നുള്ളത്. ഓക്കെ, നമുക്ക് എല്ലാവരും ഉത്തരം നൽകണം കേട്ടോ. ഒരാൾ മാത്രം, ഒന്നോ രണ്ടോ പേര് മാത്രം ഉത്തരം നൽകുക. അറിയാത്തതെങ്കിൽ നിങ്ങൾ ഉത്തരത്തിലേക്ക് എത്തണം. നമുക്ക് ഉത്തരം എന്തായാലും നോക്കാം. ത്വരീഖത്തുൽ ഇസ്തിംബാത്തിയാണ്. ത്വരീഖത്തുൽ ഇസ്തിംബാത്തിയാണ്, മുബാശിറ ഡയറക്റ്റീവ് മെത്തേഡ് അല്ല. നമുക്ക് എന്താണ് നോക്കാം. ഫസ്റ്റ് നമ്മൾ നോക്കുന്നത് ത്വരീഖത്തുൽ ഇസ്തിഖറാഇയാണ്, ഇൻഡക്റ്റീവ് മെത്തേഡാണ്. ഇൻഡക്റ്റീവ് മെത്തേഡാണ്. ഇൻഡക്റ്റീവ് മെത്തേഡ് കണ്ടുപിടിക്കുന്നത് ഫ്രെഡറിക് ഹെർബർട്ടാണ്. ഫ്രെഡറിക് ഹെർബർട്ടാണ് എന്ത് ചെയ്യുന്നത്, അത് കണ്ടെത്തുന്നത്. അത് നമ്മൾ ഈ സാധാരണ പറയാറുണ്ടല്ലോ, നമ്മൾ ഇത് എങ്ങനെയാണ് ഇത് പഠിപ്പിക്കുന്നതെന്ന് വെച്ചാൽ, ഈ ഇൻഡക്റ്റീവ് മെത്തേഡിലൂടെ കുട്ടികളെ പഠിപ്പിക്കണേന്ന് വെച്ച് കഴിഞ്ഞാല് ആദ്യം പാർട്ടായിട്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും. എന്നിട്ട് അതിന്റെ വലിയൊരു കാര്യത്തിലേക്ക് കൊണ്ടെത്തും. ഉദാഹരണത്തിന് നിങ്ങൾ ഈ ബലാഅത്തുൽ വാദിഹയുടെ ടെക്സ്റ്റ് ബുക്ക് കണ്ടിട്ടുണ്ടോ, നഹ്വുൽ വാദിഹിന്റെ ഒക്കെ ടെക്സ്റ്റ് ബുക്ക് കണ്ടിട്ടുണ്ടെങ്കിൽ ആദ്യം കുറച്ച് എക്സാമ്പിൾസ് പറഞ്ഞു കൊടുക്കും. എന്നിട്ട് അവസാനം അതിന്റെ ശേഷം ഷർഹ് ഉണ്ടാവും. അതിനുശേഷം അവസാനമായിരിക്കും ഖായിദ ഉണ്ടാവുക, അല്ലെ? അല്ലെങ്കിൽ മിനൽ ഖാസിലെല്ലാം എന്താണ്, ചെറിയ ചെറിയ കാര്യം പർട്ടിക്കുലറിൽ നിന്നും ജനറൽ ആയിട്ടുള്ള തത്വങ്ങളിലേക്ക്, അംസിലത്തിൽ ഖായിദ ഉദാഹരണം നിന്നും എന്താണ് നിയമത്തിലേക്ക്, ഇങ്ങനെയൊക്കെ പല പല കാര്യങ്ങൾ പറയാറുണ്ട്. ഒരു ചെറിയൊരു കോഡ് പറഞ്ഞു കേട്ടെ, ഇത് ഓർത്തിരിക്കാനുള്ള. അപ്പൊ നിങ്ങൾക്ക് പറയാം, ഐ ആം എ PG സ്റ്റുഡന്റ് എന്ന് നിങ്ങൾ പറയാണ്. എന്താണ് അർത്ഥം? എന്താണ് ഐ ആം എ PG സ്റ്റുഡന്റ്? ഞാനൊരു PG വിദ്യാർത്ഥിയാണെന്ന് നിങ്ങൾ പറയാണ്. അതിന്റെ അർത്ഥം എന്താണെന്നറിയോ? ഐ ആം എ PG സ്റ്റുഡന്റ് എന്ന് നിങ്ങൾ ഓർത്തു കഴിഞ്ഞാൽ നിങ്ങൾ ഈ ഒരു സംഭവം മറക്കൂല. ഐ ആം എന്നുള്ളത് ഇൻഡക്റ്റീവ് മെത്തേഡ് എന്നാണ്. PG എന്ന് വെച്ചാൽ പർട്ടിക്കുലർ ടു ജനറൽ. ഓക്കെ, ഐ ആം എ PG സ്റ്റുഡന്റ് എന്നുള്ള ഒരു കോഡ് ഓർത്തിരുന്നാൽ തന്നെ ഇൻഡക്റ്റീവ് മെത്തേഡിന്റെ ആ ഒരു സംഭവം മനസ്സിലാവും. ഇൻഡക്റ്റീവ് മെത്തേഡ് ഈസ് പർട്ടിക്കുലർ ടു ജനറൽ എന്നുള്ളതാണ്. അപ്പോ എന്താണ്, പഴയ കാര്യങ്ങളിൽ നിന്നും പുതിയ കാര്യങ്ങളിലേക്ക് എന്നൊക്കെ പറയാൻ പറ്റും. ഇതിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് തുസായിദു ത്വലബത്തി അലാ യക്തശിഫുൽ മഅലൂമാത്ത് ബി അൻഫുസിഹിം. സ്വയം എന്താണ്
അറിവുകൾ കണ്ടെത്താൻ വേണ്ടിയിട്ട് വിദ്യാർത്ഥികളെ സാധിക്കുന്ന ഒരു സാധനമാണ്. അതായത് എന്താണ്, നമ്മൾ ചില ബേസിക് ആയിട്ട് കുറച്ച് എക്സാമ്പിൾസ് പറഞ്ഞു കൊടുക്കുകയാണ്. ഒരു പൊതുവായിട്ട് ഒരു ചോദ്യം ചോദിച്ചിട്ട് ആ ചോദ്യത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ട് കുറെ എക്സാമ്പിൾസ് പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പൊ അതിലൂടെ ആ കുട്ടി ആ യഥാർത്ഥ കാര്യത്തിലേക്ക് എത്തുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അവനിക്ക് സ്വയമേ അറിവ് കണ്ടെത്താൻ പറ്റൂലേ? ഇപ്പൊ ഞാൻ നിങ്ങളോട് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു, ആ ക്വസ്റ്റ്യന് വേണ്ടിയിട്ട് കുറെ എന്താണ് ക്ലൂസ് നൽകുക. ക്ലൂസ് നൽകി നിങ്ങളെ കൊണ്ട് ഉത്തരം പറയിപ്പിക്കുകയാണ് എന്നുണ്ടെങ്കിൽ അതെന്താണ്, ഒരു ഈ പറയുന്ന ഇൻഡക്റ്റീവ് മെത്തേഡിന്റെ ഉദാഹരണമാണ്. അപ്പം സ്വാഭാവികമായിട്ട് എന്താണ്, അതൊരു കുട്ടി കേന്ദ്രീകൃതമായിട്ടുള്ള ഒരു മെത്തേഡാണ് നമുക്ക് പറയാം. നമുക്ക് ഇങ്ങനെ പറയാം, ആദ്യ ഉദാഹരണം പഠിപ്പിച്ചിട്ട് എന്നിട്ട് ഒരു പൊതുവായ തത്വങ്ങളിലേക്ക് എത്തുന്നുണ്ട്. ഓക്കെ, അതായത് ഈ ഉദാഹരണം എന്ന് പറയുന്നത് എന്തായിരിക്കണം, എപ്പോഴും കുട്ടിക്ക് നേരത്തെ അറിയാവുന്ന കാര്യങ്ങളായിരിക്കണം. നേരത്തെ അറിയാവുന്ന കാര്യമായിരിക്കണം ഉദാഹരണമായിട്ട് പറയേണ്ടത്. കാരണം എന്താണ്, ആ ഉദാഹരണം അവന്റെ കൊഗ്നിറ്റീവ് നിലയിൽ എന്താണ് കണക്ട് ചെയ്യപ്പെടണം. അതിൽ നിന്നും പുതിയൊരു കാര്യത്തിലേക്ക് കുട്ടി എത്തിക്കുക. ഇതാണ് എന്ത്, ഇൻഡക്റ്റീവ് മെത്തേഡ്, പർട്ടിക്കുലർ ടു ജനറൽ, അയാമെ PD എന്ന് നമ്മൾ പറയാം. അടുത്തൊരു ചോദ്യം നോക്കിക്കേ. മിമ്മ ലാ യസിഹു അനി ത്വരീഖത്തുൽ ഖിയാസിയ ലി തദ്രീസിൽ ഖവാഇദ്. എന്താണ് ത്വരീഖത്തുൽ ഖിയാസിയ എന്ന് വെച്ചാൽ ഡിഡക്റ്റീവ് മെത്തേഡാണ്. അതിന് അടുത്ത മെത്തേഡിനെ കുറിച്ച് പറയാനുണ്ട്. ഡിഡക്റ്റീവ് മെത്തേഡാണ്. അപ്പോൾ ഡിഡക്റ്റീവ് മെത്തേഡിൽ പറയാത്തത് എന്തെന്നുള്ളതാണ്. ആദ്യം അറുൽ ഖാഇദത്തി അവലൻ, ആദ്യ നിയമം പറയലാണ്. മിനൽ കുല്ലി ഇലൽ ജുസ്, ആദ്യം എന്താണ് പൊതുവായ ഒരു തത്വം പറഞ്ഞിട്ട് അതിന്റെ പാർട്ടിലേക്ക് എത്തലാണ്. മിനൽ ബുർഹാനി ഇലൽ ഖാനുൻ, ആദ്യം എന്താണ്, ആദ്യം തെളിവ് പറഞ്ഞിട്ട് പിന്നെ അതിന്റെ നിയമത്തിലേക്ക് എത്തുന്നതാണ്. മിനൽ അഹ്കാമിൽ ആമ, പൊതുതത്വം ആദ്യം പറഞ്ഞിട്ട് അതിന്റെ പർട്ടിക്കുലറിലേക്ക് എത്തുന്നതാണ്. ഇതിൽ ഏതാണ് ഖിയാസിയ എന്ന വിഭാഗത്തിൽ പെടാത്തത്? അപ്പോ ഇതിന്റെ അകത്ത് ഒരാള് ആൻസർ പറഞ്ഞിട്ടുണ്ട്, ബാക്കിയുള്ള ആൾക്കാരൊന്നും പറഞ്ഞ് കണ്ടിട്ടില്ല. ഒന്ന് ടൈപ്പ് ചെയ്യണം കേട്ടോ. നമ്മൾ ഈ ടൈപ്പ് ചെയ്യുന്നത് നിങ്ങൾക്ക് അറിയുന്നുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട് മാത്രമാണ്. ഓക്കെ, നമുക്ക് ഉത്തരം നോക്കാം. മിനൽ ബുർഹാൻ ഇലൽ ഖാനൂൻ എന്നുള്ളതാണ്. കാരണം നമ്മൾ പറയുന്നുണ്ട് എന്താണ് ത്വരീഖത്തുൽ ഖിയാസിയ എന്ന് പറയുന്നുണ്ട്. ഇതൊക്കെ നിങ്ങളുടെ നോട്ടിൽ തന്നെ കണ്ടിട്ടുള്ള പോയിന്റ് ആയിരുന്നു കേട്ടോ. ഓക്കെ, ത്വരീഖത്തുൽ ഖിയാസിയ അല്ലെങ്കിൽ ത്വരീഖത്തുൽ ഇസ്തിൻതാജിയ, ത്വരീഖത്തുൽ ഇസ്തിദ്ലാലിയ എന്ന് നമ്മൾ പറയും. ഡിഡക്റ്റീവ് മെത്തേഡ് എന്നുള്ളതാണ്. അതായത് എന്താണ്, അതാ ഈ ഇസ്തിൻതാജിയുടെ മറ്റു പേരുകളാണ് ത്വരീഖത്തുൽ ഖിയാസിയ, ത്വരീഖത്തുൽ ഇസ്തിദ്ലാലിയ എന്നൊക്കെ. ഓക്കെ, അതായത് ഇവിടെ നടക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം നിയമം പറയാണ്, എന്നിട്ട് ഉദാഹരണത്തിലേക്ക് എത്താണ് ചെയ്യാം. ഇപ്പോ ഒരു സംഭവം പറയാണ്, എന്താണ്, എല്ലാവരും നല്ല കുട്ടികളാണ്. നല്ല കുട്ടികൾ എന്ന് പറയുന്നത് എപ്പോഴും വായിക്കുന്നവരാണ്. എന്നിട്ട് പറയാണ്, നിങ്ങള് ആ സുബീനയെ കണ്ടോ, എപ്പോഴും വായിച്ചുകൊണ്ടിരിക്കുന്ന കണ്ടോ, അപ്പോ സുബീന എന്നുള്ള എന്താണ്, നല്ല കുട്ടിയാണ് എന്ന് നമ്മൾ പറയുന്ന ഒരു ഉദാഹരണം ഇല്ലേ? നമ്മൾ ആദ്യം പറയാണ് എല്ലാ കുട്ടികളും നല്ല കുട്ടികളാണ്. നല്ല കുട്ടികളുടെ ഉദാഹരണം എന്ന് പറയുന്നത് എന്താണ്, വായിക്കുന്നതാണ്. സുബീന എന്താണ്, വായിക്കുന്ന കുട്ടിയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, സുബീന എന്താണ്, ഒരു നല്ല വായിക്കുന്ന ബുദ്ധിയുള്ള കുട്ടിയാണെന്ന് അർത്ഥമുണ്ട്. അപ്പൊ ആദ്യം നിയമം പറയാണ് ഇവിടെ ചെയ്യുന്നത്. അതിൽ നിന്നാണ് ഉദാഹരണത്തിലേക്ക് എത്തുന്നത്. സുബീന ടീച്ചറിന് മനസ്സിലായോ? മനസ്സിലായി. ഓക്കെ, അപ്പം ഇനൽ ജദീദ് ഇനൽ കരീം, എന്താണ് പുതിയൊരു കാര്യം പറയണത്, എല്ലാ നല്ല കുട്ടികളും വായിക്കുന്നവരാണ് എന്നതിൽ നിന്നും
പഴയ ഒരു കാര്യത്തിലേക്ക് എത്താണ്. എന്താണ് മുമ്പ് നിങ്ങൾ നിലവിൽ കണ്ടുകൊണ്ടിരിക്കും സുബീന ടീച്ചർ എപ്പോഴും വായിക്കാൻ നിങ്ങൾ കാണാണ്. അപ്പൊ അതിലേക്ക് എത്താണ് ചെയ്യുന്നത്. അതാണ് മിനൽ ആമിനൽ ഖാസ്. ആദ്യം എല്ലാ നല്ല കുട്ടികളും വായിക്കുന്നവരാണ് എന്ന് പറഞ്ഞിട്ട് ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള സുബീന ടീച്ചറിനെ എടുത്തിട്ട് പറയാണെന്ത്, സുബീന ടീച്ചർ വായിക്കുന്നുണ്ട് അതുകൊണ്ട് സുബീന ടീച്ചർ നല്ല കുട്ടിയാണെന്ന് പറയാണ് അല്ലെ. അപ്പോ സുബീന ടീച്ചറിനെ എക്സാമ്പിൾ ചെയ്തുകൊണ്ട് നമ്മൾ പറയാണ് എല്ലാ നല്ല കുട്ടികളും വായിക്കുന്നവരാണ് എന്ന് പറയാണ്. അപ്പോ ഇതിനെ സിമ്പിൾ ആയിട്ട് നമുക്ക് പറയാൻ പറ്റും. വേറെ ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. ഒരു കുട്ടി പറയാണ് എനിക്ക് പഠിച്ച് വലുതാവുമ്പോ ഒരു DGP ആവണമെന്ന് പറയാം. നിങ്ങൾക്ക് ആർക്കെങ്കിലും DGP ആവാൻ ആഗ്രഹം ഉണ്ടോ? DGP ആവാൻ ആഗ്രഹം ഉണ്ടോ? ആഗ്രഹം ആഗ്രഹം ഉണ്ടാന്നൊക്കെ ചോദിച്ചാൽ ആഗ്രഹമൊക്കെ ഉണ്ട്. അപ്പൊ DGP നിങ്ങൾ ആയാൽ മതി. അപ്പൊ DGP എന്ന് പറയുമ്പോൾ ഡിഡക്റ്റീവ് മെത്തേഡ് നമ്മൾ DGP എന്ന് പറയാം. ഡിഡക്റ്റീവ് മെത്തേഡ് എന്നുള്ളത് ജനറൽ ടു പർട്ടിക്കുലർ ആണ്. അപ്പം ഡിഡക്റ്റീവ് മെത്തേഡ് നിങ്ങൾ ഇങ്ങനെ കണക്ട് ചെയ്താൽ മതി. എനിക്ക് വലുതാകുമ്പോൾ ഒരു DGP ആവണം. അതായത് ഡിഡക്റ്റീവ് എന്നുള്ളത് എന്താണ്, ജനറൽ ടു പർട്ടിക്കുലർ. നമ്മൾ നേരത്തെ പറഞ്ഞ എന്താണ്, എനിക്കൊരു PG സ്റ്റുഡന്റ് ആവണമെന്ന് പറഞ്ഞു. PG സ്റ്റുഡന്റ് ആവുന്ന സമയത്ത് എന്താണ്, പർട്ടിക്കുലർ ടു ജനറൽ ആണ്. അപ്പൊ ഇത് രണ്ടും മറക്കരുത്. മറക്കരുത്, DGP മറക്കരുത്. ഇവിടെ ആദ്യം നിയമങ്ങൾ പഠിപ്പിച്ചിട്ട് പിന്നെ ഉദാഹരണങ്ങൾ എത്തുകയാണ് ചെയ്യുക. ഓക്കെ, അടുത്തത് സുമ്മിയത്ത് ത്വരീഖത്തുൽ ഇൽഖാഇയ ബി ത്വരീഖത്ത്. എന്ത് പേരിലാണ് ത്വരീഖത്തുൽ ഇൽഖാഇ അറിയപ്പെടുന്നത്? ഇന്തിഖാഇയ എന്നാണോ, മുസാലിയ എന്നാണോ, മുബാശറ എന്നാണോ, മുഹാദറ എന്നുള്ളതാണ്? വേഗം ആൻസർ പറയണേ. ത്വരീഖത്തുൽ ഇൽഖാഇയെ മറ്റൊരു പേരിൽ അറിയപ്പെടാറുണ്ട്. ത്വരീഖത്തുൽ ഇന്തിഖാഇയ എന്നാണോ, ത്വരീഖത്തുൽ മുസാലിയ എന്നാണോ, ത്വരീഖത്തുൽ മുബാശറ എന്നാണോ, ത്വരീഖത്തുൽ മുഹാദറ എന്നാണോ? ഇൽഖാ എന്ന് വെച്ചാൽ എന്താ? ഇൽഖാ എന്ന് പറഞ്ഞാല് ഇട്ട് കൊടുക്കുക. ഓക്കെ, അങ്ങനെ പറയാം. അതായത് അങ്ങോട്ട് കാര്യങ്ങൾ അവതരിപ്പിക്കൽ മാത്രമേ ഉണ്ടാവുള്ളൂ എന്നർത്ഥം. അതെ, അത്രേ ഉള്ളൂ. അത്രേ ഉള്ളൂ. ഡയറക്റ്റ് മെത്തേഡ് ആയിരിക്കും. ഡയറക്റ്റ് മെത്തേഡ് ആയിരിക്കും അല്ലേ? ഇതുകൊണ്ടാണ് നിങ്ങൾക്ക് എപ്പോഴും തെറ്റിപ്പോണത്. സംഭവം ഞാൻ പറഞ്ഞുതരാം. എന്നതിന്റെ മറ്റൊരു എന്താണ് പേരാണ്. കാരണം മുഹാദറ എന്ന് വെച്ചാൽ നമ്മൾ പറയാം ലെക്ചറിങ് മെത്തേഡ് എന്ന് പറയാറുണ്ട്. നമ്മള് കാര്യങ്ങൾ ലെക്ചറിങ് മെത്തേഡ് എന്ന് പറയാൻ എന്താ, കാര്യങ്ങൾ സംസാരിച്ച് ഇങ്ങനെ ബളബളബള അളിച്ചു മാത്രമേ പോവുള്ളൂ. കുട്ടികൾക്ക് മനസ്സിലാവുന്നുണ്ടോ എന്നൊന്നും നോക്കാറില്ല. ഇതാണ് ത്വരീഖത്തുൽ മുഹാദറ എന്ന് പറയാം. ഇനി ത്വരീഖത്തുൽ മുബാശറ എന്ന് പറയുന്ന ഡയറക്റ്റ് മെത്തേഡാണ്. ഇവിടെ നടക്കുന്ന പ്രോസസ്സ് എന്നുള്ളത് എന്താണ്, പഠിപ്പിക്കേണ്ട കണ്ടന്റിനെ പഠിപ്പിക്കേണ്ട ഭാഷയിൽ തന്നെ പഠിപ്പിക്കുക എന്നുള്ളത്. ഇപ്പൊ ഇംഗ്ലീഷ് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇംഗ്ലീഷ് ഭാഷയിലെ സ്കില്ലുകൾ ഉപയോഗിച്ചുകൊണ്ട് കുട്ടികളെ എന്ത് ചെയ്യാ, പഠിപ്പിക്കുക എന്നുള്ളത്. അപ്പൊ അതിനു വേണ്ടി ചിലപ്പോ എന്ത് ചെയ്യണം, അതിന്റെ ചിലപ്പം ചില വേർഡുകളുടെ മീനിങ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, മുത്തശാബഹത്തായിട്ടുള്ള പദങ്ങൾ ഉപയോഗിക്കാം. ഇനി ആ മുത്തശാബഹത്തായിട്ടുള്ള പദങ്ങൾ കുട്ടികൾ ചിലപ്പോൾ മനസ്സിലാക്കണമെന്ന് ഉണ്ടാവൂല. അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാം, നമ്മുടെ ലുഗത്തുൽ ജിസ്മ്, നമ്മുടെ ബോഡി ലാംഗ്വേജ് യൂസ് ചെയ്യാം. അല്ലെങ്കിൽ വീഡിയോസ് യൂസ് ചെയ്യാം. അല്ലെങ്കിൽ ബിത്തോക്കാത്ത്, നമ്മുടെ എന്താണ് ആക്ടിവിറ്റി കാർഡ്സ് ഉണ്ടല്ലോ, നോർമൽ കാർഡുകൾ ഉപയോഗിക്കാം. അല്ലെങ്കിൽ അതൊക്കെ എഴുതി കാണിക്കാം. അങ്ങനെയൊക്കെ പല പല മെത്തേഡിലൂടെ പഠിപ്പിക്കാൻ പറ്റും. പക്ഷെ ഒരു കാരണവശാലും അറബി ഭാഷ പഠന രംഗത്തിലേക്ക് എന്ത് കൊണ്ടുവരരുത്, മലയാളം ഭാഷ കൊണ്ടുവരരുത്. ഇതാണ് മുബാശറ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മുസാലിയ എന്നുള്ളത് മോഡൽ മെത്തേഡ് എന്നർത്ഥം. അങ്ങനെ എന്തല്ല, ഒരു മെത്തേഡ് നിലവിലില്ല. പിന്നെ ഇന്തിഖാഇയാണ്. ഇന്തിഖാ സെലക്റ്റീവ് മെത്തേഡ് എന്നുള്ളതാണ്. സെലക്റ്റീവ് മെത്തേഡ് എന്ന് പറയുന്നത് ഓരോ ക്ലാസ്സിനും അനുയോജ്യമായ രൂപത്തിൽ അധ്യാപകൻ മെത്തേഡ് സെലക്ട് ചെയ്യുക എന്നുള്ളതിനാണ് ഇന്തിഖാ സെലക്റ്റീവ് മെത്തേഡ് എന്ന് പറയാം. ഇപ്പൊ ഉദാഹരണത്തിന് എന്താണ്, സഹദിയ ടീച്ചറിനെ പഠിപ്പിക്കാൻ, ഷാദിയ ടീച്ചറിനെ പഠിപ്പിക്കാനും റംഷീദ ടീച്ചറിനെ പഠിപ്പിക്കാനും
നുസ്രത്ത് ടീച്ചറിനെ പഠിപ്പിക്കാനും വ്യത്യസ്ത മെത്തേഡുകൾ യൂസ് ചെയ്താലേ പഠിപ്പിക്കാൻ പറ്റുള്ളൂ. അപ്പോ ഒരു ക്ലാസ് റൂമിൽ തന്നെ എന്ത് ചെയ്യണം, ഓരോ വിദ്യാർത്ഥികൾക്കും വേണ്ടിയിട്ടും സാഹചര്യത്തിനനുസരിച്ച് കൊണ്ട് എന്ത് ചെയ്യണം, അധ്യാപകൻ തന്റെ മെത്തേഡ് ഇങ്ങനെ ചേഞ്ച് ചെയ്യണം. ഇതിനെയാണ് ത്വരീഖത്തുൽ ഇന്തിഖാഇയ്യ എന്ന് പറയാം, സെലക്റ്റീവ് മെത്തേഡ് എന്ന് പറയാം. മനസ്സിലായോ? ഒന്ന് ടൈപ്പ് ചെയ്യണേ മനസ്സിലായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ. ഓക്കെ, അടുത്തത് അൽ മുഅല്ലിമു മുർസലു വ തൽമീദ് മുസ്തഖിബിൽ. അതായത് അധ്യാപകൻ എന്നുള്ളത് എന്താണ്, ഒരു സെന്റർ ആണ്. എന്നാൽ വിദ്യാർത്ഥി എന്നുള്ളത് വെറും റിസീവർ ആണ്. ഇത് മനസ്സിലാക്കുക. അധ്യാപകൻ എന്താണ്, കാര്യങ്ങളെ അവതരിപ്പിക്കുന്ന ഒരു വ്യക്തി മാത്രമാണ്. എന്നാൽ വിദ്യാർത്ഥി എന്നുള്ള എന്താണ്, ഒരു റിസീവർ ആണ്. ഇത് എന്തിന്റെ പ്രിൻസിപ്പിൾ ആണെന്നുള്ളതാണ്. ത്വരീഖത്തുൽ മുനാഖഷ ഡിസ്കഷൻ മെത്തേഡിന്റെ ആണോ, ത്വരീഖത്തുൽ മുഹാദറ ലെക്ചർ മെത്തേഡിന്റെ ആണോ, ത്വരീഖത്തുൽ മുബാഷറ ഡയറക്റ്റീവ് മെത്തേഡിന്റെ ആണോ? ഈ പറയപ്പെട്ടവ എല്ലാത്തിന്റെയും പ്രിൻസിപ്പിൾ ഇതാണോ എന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, ഡി പറയുന്നവരുണ്ട്. ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, പെഡഗോജി പഠിക്കുന്ന സമയത്ത് ഡി എന്നുള്ള ഓപ്ഷൻ, നിങ്ങളുടെ കുല്ലു സൊഹി എന്നുള്ള ഓപ്ഷൻ നിങ്ങളുടെ മൈൻഡിലേ ഉണ്ടാവരുതെന്ന് പലയാവർത്തി പറഞ്ഞാൽ നിങ്ങൾ പഠിക്കൂല എന്നുണ്ടെങ്കിൽ ആസ് യു വിഷ്, ദാറ്റ്സ്. കൂടുതലൊന്നും പറയുന്നില്ല. വേഗം ഉത്തരം വരട്ടെ. അധ്യാപകൻ ഒരു സെന്ററും വിദ്യാർത്ഥി ഒരു റിസീവറുമായിട്ടുള്ള ഒരു സാധനമുണ്ട്. അത് ത്വരീഖത്തുൽ മുനാഖഷ ഡയറക്റ്റ് എന്താണ്, ഡിസ്കഷൻ മെത്തേഡ് ആണോ, ലെക്ചറിങ് മെത്തേഡ് ആണോ, ഡയറക്റ്റ് മെത്തേഡ് ആണോ? ഈ പറയപ്പെട്ടവ എല്ലാം ശരിയാണോ എന്നുള്ളതാണ് ചോദ്യം. ത്വരീഖത്തുൽ മുഹാദറ ലെക്ചർ മെത്തേഡ് ആണ്. ഓക്കെ, ത്വരീഖത്തുൽ മുഹാദറയ്ക്കുള്ള മറ്റൊരു പേരാണ് ത്വരീഖത്തുൽ ഇൽഖാഇയ്യ എന്ന് പറയുന്നത്. അത് ഏറ്റവും സിംപിളസ്റ്റ് ആയിട്ടുള്ള ഒരു മെത്തേഡാണ്. അതായത് വായിച്ചിങ്ങനെ പോയാൽ മാത്രം മതി, വേറെ ഒന്നും ചെയ്യണ്ട. അതായിരുന്നു മിൻ തുർക്കി തദ്രീസ് പണ്ട് കാലങ്ങളിൽ ഉപയോഗിച്ചു കൊണ്ടിരുന്ന പരമ്പരാഗതമായിട്ടുള്ള രീതിയായിരുന്നു ലെക്ചർ മെത്തേഡ് എന്നുള്ളത്. അപ്പൊ ഇവിടെ ഖിയാമുൽ മുഅല്ലിമു ബിഇൽഖാഇൽ മഅലൂമാത്തി അല തലാമിദ്, ഇവിടെ എന്താണ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൽഖാഇൽ മഅലൂമാത്തി അല തലാമിദ്, കുട്ടികളിലേക്ക് അറിവ് ഇട്ടുകൊടുക്കുക മാത്രമാണ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഇർസാൽ മഅലൂമാത്തിൽ മുത്ത, വിദ്യാർത്ഥികളിലേക്ക് വിജ്ഞാനങ്ങളെ, അറിവുകളെ സെൻഡ് ചെയ്യൽ മാത്രമാണ് നടക്കുന്നത് എന്നുള്ള. അടുത്തൊരു ചോദ്യം, മിൻ അഖ്ദമു അത്വറായിക്കുല്ലതി ഇസ്തഖിദമത് ഫി തദ്രീസിൽ ലുഗാത്തുൽ അജ്നബിയ, വൈദേശിക ഭാഷ പഠിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഏറ്റവും പ്രാചീനമായിട്ടുള്ള മെത്തേഡ് ഓഫ് ടീച്ചിങ് ഏതാണ്? നമ്മൾ നേരത്തെ പറഞ്ഞു ത്വരീഖത്തുൽ ഇസ്തിഖറായി ഇസ്തിദ്ലാലി എന്നൊക്കെ പറഞ്ഞു. പക്ഷെ അതല്ലാതെ വേറൊരു മെത്തേഡ് വിദേശ ഭാഷ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നുണ്ട്, ഏറ്റവും പരമ്പരാഗതമായിട്ടുള്ള മെത്തേഡ്. അതിൽ പറയപ്പെട്ടവയിൽ ഏതാണ്? ത്വരീഖത്തുൽ ഖവാഇദ് വ തർജുമയാണോ, ത്വരീഖത്തുൽ തവാസുലിയാണോ, ത്വരീഖത്തുൽ മുബാഷിറത്താണോ, ത്വരീഖത്തുൽ ഇന്തിഖാഇയ്യത്താണോ എന്നുള്ളതാണ്. ഇതിലെല്ലാം ഈ പറയുന്ന വിദേശ ഭാഷ പഠിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കാറുണ്ട് എന്നുണ്ടെങ്കിലും ഏറ്റവും പരമ്പരാഗതമായിട്ടുള്ള മെത്തേഡ് എന്നുള്ളതാണ് ചോദ്യം. ഡി എന്താ ഓപ്ഷൻ പറഞ്ഞു സാറേ? ത്വരീഖത്തുൽ ഇന്തിഖാഇയ്യ സെലക്റ്റീവ് മെത്തേഡ്. ഇതല്ല, തവാസുലിയാണോ? ടൈപ്പ് ചെയ്യാം. ഓക്കെ, അപ്പൊ നമുക്ക് എന്തായാലും ഉത്തരത്തിലേക്ക് എത്താം. ഉത്തരം നിങ്ങൾ പറഞ്ഞതല്ല, ത്വരീഖത്തുൽ ഖവാഇദ് വ തർജുമയാണ്. എനിക്ക് ഓന്റെ ഇത് ശരിയാണെങ്കിൽ നുസ്ര ടീച്ചർ ഇതിന്റെ ഉത്തരത്തിലേക്ക് എത്തിയിട്ടുണ്ട്. ത്വരീഖത്തുൽ ഖവാഇദ് വ തർജുമ എന്നുള്ളതാണ്. നമ്മുടെ നോട്ട് തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലെ, അഖ്ദമു ത്വരീഖത്തുൻ മുസ്തഖിദമത്ത് ഫി തഅലീമിൽ ലുഗത്തി, ഭാഷ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഏറ്റവും പ്രാചീനമായിട്ടുള്ള ഒരു മെത്തേഡാണ് ത്വരീഖത്തുൽ ഖവാഇദ് വ തർജുമ, ഗ്രാമർ ആൻഡ് ട്രാൻസ്ലേഷൻ മെത്തേഡ് എന്ന് പറയുന്നത്. അതൊരു ക്ലാസിക്കൽ മെത്തേഡ് ഓഫ് ടീച്ചിങ് ആണ് ഈ പറയുന്ന ത്വരീഖത്തുൽ ഖവാഇദ് വ തർജുമ എന്നുള്ളത്. അപ്പൊ ഇവിടെ പ്രശ്നം എന്ന് വെച്ചാല്
ഇപ്പൊ നമ്മളൊക്കെ അറബി അധ്യാപകരാണ്. ആ അറബി അധ്യാപകരായ നമ്മള് ഭാഷയെ പഠിപ്പിക്കേണ്ടത് നിങ്ങളുടെ അഭിപ്രായത്തിൽ അത് ഏത് മെത്തേഡിലായിരിക്കണം? അറബി ഭാഷ പഠിപ്പിക്കേണ്ട ഏത് മെത്തേഡിലായിരിക്കണം? ട്രാൻസ്ലേഷൻ മെത്തേഡ്. അറബിയിൽ തന്നെ ആയിരിക്കണം, മലയാളത്തിലായിരിക്കണം അറബി ഭാഷ പഠിപ്പിക്കേണ്ടത്? അല്ലല്ല, അറബിയില്. പക്ഷെ ഇവിടെ നടക്കണെന്ന് വെച്ച് കഴിഞ്ഞാല് തഅലീമുൽ ലുഗ, ഭാഷ പഠിപ്പിക്കുന്നത് ബിവിസാത്തിൽ ലുഗത്ത് എന്താണ്, മാതൃഭാഷയിലായിരിക്കും. അതുകൊണ്ടാണ് ഇതിനെ ട്രാൻസ്ലേഷൻ മെത്തേഡ് എന്ന് വിളിക്കാൻ കാരണം. ഓക്കെ. ഇത് ആദ്യമായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് ജർമ്മനിയിലാണ്, ജർമ്മനിയിലാണ്. എക്സാമിന് മുമ്പ് ചോദിച്ചിട്ടുണ്ട് എവിടെയാണ് ഗ്രാമർ ആൻഡ് ട്രാൻസ്ലേഷൻ മെത്തേഡ് ബിഗിനിങ് ചെയ്യുന്നതെന്ന് ചോദിച്ചിട്ടുണ്ട്. ജർമ്മനിയിലായിരുന്നു, അൽമാനിയ. അപ്പൊ ഇവിടെ എന്താണ് പ്രാധാന്യം നൽകുന്നത് വെച്ചാൽ നമ്മൾ പറഞ്ഞു അല്ലെ, എന്താണ് ട്രാൻസ്ലേഷനാണ് സംഭവം എന്ന് പറഞ്ഞില്ലേ, ഭാഷ പഠിപ്പിക്കുന്ന ട്രാൻസ്ലേഷൻ മെത്തേഡ് നമ്മൾ പറഞ്ഞില്ലേ, മാതൃഭാഷയെ ഉപയോഗിച്ചിട്ടാണെന്ന് പറയൂലേ. അപ്പൊ അതുകൊണ്ട് തന്നെ എല്ലാ വേർഡ് ബൈ വേർഡിങ്ങിലും, അതായത് എന്താണ്, ഇപ്പൊ ത്വരീഖ, ഖവാഇദ്, തർജുമ, ലുആ, തഅലീം, ത്വരീഖ, ഇത് ഇങ്ങനെ പറഞ്ഞ് അതിന്റെ ഓരോ പദങ്ങളുടെ ആശയങ്ങളെയും എന്താണ്, ആശയങ്ങളെ, അതിനിപ്പോ പദങ്ങളായിക്കോട്ടെ സെന്റൻസ് ആയിക്കോട്ടെ, എല്ലാത്തിന്റെയും ആശയങ്ങളെ ഇങ്ങനെ മലയാളത്തിലേക്കോ അല്ലെങ്കിൽ ആ അധ്യാപകൻ പഠിപ്പിക്കുന്ന ഭാഷയിലേക്കോ വിവർത്തനം ചെയ്ത് പോകുന്ന രൂപമാണ് ഈ പറയുന്ന എന്താണ് ട്രാൻസ്ലേഷൻ മെത്തേഡ് എന്ന് പറയാം. ട്രാൻസ്ലേഷൻ മെത്തേഡ് എന്ന് പറയാം. മനസ്സിലായോ? അപ്പൊ നമുക്കിപ്പോ ഇങ്ങനെ പറയാം, അറബി ഭാഷ വായിക്കുകയും മാതൃഭാഷയിലേക്ക് അത് വിവർത്തനം ചെയ്യുകയും ചെയ്യുന്ന രീതിയാണ് ഈ പറയുന്ന ട്രാൻസ്ലേഷൻ മെത്തേഡ് എന്ന് പറയാം. അപ്പോ അടുത്തൊരു ചോദ്യം, യഖൂമുൽ മുദദ്ദിസു, അധ്യാപകൻ, ഓക്കെ, യഖൂമുൽ മുദദ്ദിസു, അധ്യാപകൻ എന്ത് നിർവഹിക്കും, ബി എന്തോ ഒരു സാധനം, ഡേഷ് ബഅദൽ ഇക്തിശാഫി വൽ മുതാബഅത്തി ഇസ്രി കുല്ലി ദർസിൻ, ഓരോ പാഠഭാഗത്തിന്റെയും ഓരോ പാഠഭാഗത്തിന്റെയും റെസ്പോൺസ് അനുസരിച്ച്, റെസ്പോൺസ് അനുസരിച്ചുകൊണ്ട്, അതായത് കുട്ടികൾക്കിടയിലുള്ള ഓരോ പാഠഭാഗത്തിന്റെ റെസ്പോൺസ് അനുസരിച്ചുകൊണ്ട് ബഅദ ഇക്തിശാഫി, കണ്ടെത്തിയതിനു ശേഷം, വൽ മുതാബഅത്തി, എന്താണ് അതിന്റെ ഒരു തുടർ ആക്ടിവിറ്റി നൽകിയതിനു ശേഷം, ഓരോ പാഠഭാഗത്തിന്റെയും പ്രശ്നങ്ങൾ കണ്ടെത്തിയതിന് ശേഷവും അതിന്റെ ഒരു തുടർ ആക്ടിവിറ്റി കണ്ടതിന് ശേഷം അധ്യാപകൻ നൽകുന്ന പ്രവർത്തനം എന്താണ്? തദ്രീസുൽ ഇലാജി, റെമഡിയൽ ടീച്ചിങ് ആണോ? തക്വീമ് ദൗരി, എന്താണ് ടെർമിനൽ ഇവാലുവേഷൻ ആണോ? തക്വീമ് സൊഫി, ക്ലാസ് ടെസ്റ്റ് ആണോ? തദ്രീസുൽ ആദി, നോർമൽ ടീച്ചിങ് ആണോ? അതായത് ഓരോ പാഠഭാഗം പഠിപ്പിക്കുകയും ആ പാഠഭാഗത്തിന്റെ പോരായ്മകളും ആ പോരായ്മകൾ നികത്താനുള്ള സാധനം കണ്ടെത്തിയതിന് ശേഷം നടത്തുന്ന പ്രവർത്തനം എന്താണെന്നുള്ളതാണ്. അല്ലെങ്കിൽ തുടർ ആക്ടിവിറ്റി നടത്തുന്ന പ്രവർത്തനം എന്താണെന്നുള്ളതാണ്. ചോദ്യം മനസ്സിലായോ? ഒന്നും കൂടി പറയണോ? ഒന്ന് ഇന്ററാക്റ്റീവ് ആണ് കേട്ടോ സെഷൻ, അറബിക് പെഡഗോജിയാണ്. അതായത് യഖൂമുൽ മുദദ്ദിസു, അധ്യാപകൻ നിർവഹിക്കുന്നു ഈ പറയപ്പെട്ട നാലിലൊരു സാധനത്തെ, ബഅദൽ ഇക്തിശാഫ്, കണ്ടെത്തിയതിന് ശേഷം, വൽ മുതാബ, എന്തോ ഒരു സാധനം കണ്ടെത്തുന്നുണ്ട്, ചിലപ്പോ പോരായ്മകളാവാം നേട്ടങ്ങളാവാം, ആ കണ്ടെത്തിയതിന് ശേഷം അതിന്റെ ഒരു തുടർ പ്രവർത്തനം നൽകുന്നുണ്ട്. ഓരോ പാഠഭാഗം പഠിപ്പിക്കുകയും അതിന്റെ പോരായ്മകൾ കണ്ടെത്തുകയും അതിന്റെ തുടർ ആക്ടിവിറ്റിക്ക് ശേഷം നൽകുന്ന ഒരു സാധനമുണ്ട്, അല്ലെങ്കിൽ ഇത് രണ്ടിനും ഇടയിൽ ഒരു സാധനം നടക്കുന്നുണ്ട്. അത് എന്ത് പ്രവർത്തനമാണ് നടക്കണെന്നുള്ളതാണ്. റെമഡിയൽ ടീച്ചിങ് ആണോ? ക്ലാസ് ടെസ്റ്റ്, ടെർമിനൽ ഇവാലുവേഷൻ ആണോ? തക്വീമ് സൊഫി, ക്ലാസ് ടെസ്റ്റ് ആണോ? തദ്രീസുൽ ആദി, നോർമൽ ടീച്ചിങ് ആണോ?
ഓക്കെ, നമുക്ക് എന്തായാലും ഇത്തരത്തിലേക്ക് കടക്കാം. തദ്രീസുൽ തഖ്വീമുൽ ഇലാജി എന്നുള്ളതാണ്. തദ്രീസുൽ ഇലാജി എന്നുള്ളതാണ്. അപ്പം നമ്മൾ പറഞ്ഞിരുന്ന ഒരു സാധനം തന്നെയാണ് റെമഡിയൽ ടീച്ചിങ് എന്നുള്ളത്. ഓക്കെ, ഇതിന്റെ അകത്ത് ഞാൻ അടിവരയിട്ടൊരു പദമുണ്ട്, അത് ഇക്തിഷാഫ് എന്നുള്ളത്. കണ്ടെത്തിയതിന് ശേഷം, കണ്ടോ, ആ സെയിം സാധനം ഇവിടെ വന്നിട്ടുണ്ട്. നിങ്ങൾ അങ്ങനെയെങ്കിലും കണക്ട് ചെയ്യാമായിരുന്നു നിങ്ങൾക്ക് ഈ ഒരു ക്വസ്റ്റ്യന്റെ ആൻസർ. അപ്പൊ റെമഡിയൽ ടീച്ചിങ് എന്നുള്ളത് ഇപ്പൊ മജ്മുഅത്ത് മിനൽ ഇജ്റാഅത്തുല്ലതി തൻഫീദിഹാ ലിതഹ്സീനി അദാഇ ത്വാലിബി ഔ തസഹഹു. അതായത് ഒരു കൂട്ടം പ്രവർത്തനങ്ങളാണ്, അല്ലതി തൻഫീദിഹ, അത് എക്സിക്യൂട്ടീവ് ചെയ്യുന്നു. അതായത് അധ്യാപകൻ കുറച്ച് പ്രവർത്തനങ്ങൾ നൽകുന്നത് ലിതഹ്സീനി അദാഇ ത്വാലിബ്, എന്താണ്, വിദ്യാർത്ഥികളുടെ കഴിവുകളെ നന്നാക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ അവന്റെ എന്താണ്, അവൻ പഠിച്ച കാര്യത്തെ ശരിയാക്കി എടുക്കാനാണ്. ഈ സാധാരണ ഒരു ക്ലാസ് റൂമിലുള്ള പഠനത്തിലുള്ള പോരായ്മകളുണ്ട്. ഇപ്പം ചില കുട്ടികളെ നമുക്കിപ്പം സാധാരണ ഉണ്ടല്ലോ, ഇപ്പൊ നിങ്ങളൊരു പാഠഭാഗം പഠിപ്പിക്കാണ്, അപ്പൊ അന്ന് ചിലപ്പോ നിങ്ങൾ വേറെ ആക്ടിവിറ്റി ഒന്നും കൊടുത്തിട്ടുണ്ടാവില്ല. കുട്ടിയോട് എന്താണ്, വായിപ്പിക്കാണ്, വായിപ്പിച്ച് അവനിക്ക് എന്താണ്, നമ്മളൊന്ന് റെഡിയാക്കി എടുത്തിട്ട് മനസ്സിലാവുന്നില്ല. അവസാനം നമ്മള് കുട്ടിയോട് ചോദിക്കാണ്, നിനക്ക് ഏതെങ്കിലും പാഠഭാഗത്ത് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്ന് അനുഭവിക്കാണ്. അപ്പൊ അവൻ പറയാണ്, എനിക്ക് ഈ ഒരു വാക്കിന്റെ ഇതുവരെ വായിച്ചിട്ടും എനിക്ക് ഈ ഒരു വാക്ക് വായിക്കാൻ പറ്റുന്നില്ല ടീച്ചറെ, ഒന്നും കൂടി ഒന്ന് വായിച്ചു തരാൻ പറയാണ്. ഒരു വാക്കൊക്കെയാണ് കേട്ടോ ഈ റെമഡിയൽ ടീച്ചിങ് എന്ന് പറയാം. അപ്പൊ അധ്യാപകൻ എന്ത് ചെയ്യും, ആ സാധനം ഒന്നും കൂടി ഒന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞു കൊടുക്കും. ഇതിനെയാണ് റെമഡിയൽ ടീച്ചിങ് എന്ന് പറയാം. അതായത് കുട്ടിക്ക് ഏറ്റവും ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്ന കാര്യത്തിന്റെ ഒന്നും കൂടി റീടീച്ചിങ് നടത്തുന്നതിന് റെമഡിയൽ ടീച്ചിങ് എന്ന് പറയാം. അപ്പൊ അതിലൂടെ സാധാരണ രൂപത്തിൽ എന്ത് സംഭവിക്കും, മുസാലത്തിൽ മുത്തഖല്ലിഫീന ഫിദ്ദിറാസ, പഠനത്തിൽ പിന്നോക്കം നിൽക്കുന്ന കുട്ടിക്ക് എന്താണ്, ഒരു സപ്പോർട്ടായിരിക്കും ഈ സാധനം. നിങ്ങളത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? നമ്മളെ എന്താണ്, പല കുട്ടികളും പറയുന്ന ഒരു സംഭവമുണ്ട്, എന്റെ ടീച്ചർ എന്നെ ഒന്ന് ശ്രദ്ധിച്ചിരുന്നുവെങ്കിൽ ഞാൻ ഒരുപക്ഷെ പഠിച്ചു പോയേനെ എന്ന് പറയാറുണ്ട്. നിങ്ങൾ അങ്ങനെ കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ടോ അങ്ങനെ? ഇല്ലെങ്കിൽ ഇല്ലാന്ന് പറയാട്ടോ ഡയറക്ട്ലി. കേട്ടിട്ടുണ്ട്. അത് എന്താണ്, റെമഡിയൽ ടീച്ചിങ് അധ്യാപകന് അറിയില്ല കൊടുക്കണമെന്നുള്ളത്. അവിടെ എന്താണ്, സത്യം പറഞ്ഞാൽ ഒരിക്കലും ഒരു അധ്യാപകൻ ഏറ്റവും നന്നായിട്ട് പഠിക്കുന്ന കുട്ടിയെ ഫോക്കസ് ചെയ്ത് പഠിപ്പിക്കരുത്. ഏറ്റവും താഴെക്കിടയിലുള്ള കുട്ടികളിലേക്ക് ഇറങ്ങിച്ചെല്ലുന്ന രൂപത്തിലാണ് പഠിപ്പിക്കാൻ, എങ്കിലേ ആ ക്ലാസ് നല്ല എഫക്റ്റീവ് ആവുള്ളൂ. അപ്പോ എന്ത് ചെയ്യണം, യഖൂമുൽ മുദർരിസു ബിൽ അൻശത്തിൽ ഇലാജ്, റെമഡിയൽ ടീച്ചിങ് നൽകണം. എങ്ങനെ, ബഅദ ഇക്തിശാഫി ഇല്ലത്തി തുല്ലാബി, കുട്ടികൾക്കുള്ള പോരായ്മ മനസ്സിലാക്കിയതിനു ശേഷം. അതാണ് നമ്മൾ ഇവിടെ എന്താണ് ബഅദൽ ഇക്തിശാഫി വൽ മുതാബഅത്തി ഇസ്രി കുല്ലി ദർസ് നമ്മൾ പറഞ്ഞത്. അടുത്ത മോഡൽസ് ഓഫ് ടീച്ചിങ്ങുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ്. നിങ്ങളെ ഇതുവരേക്കൊന്നും പറഞ്ഞു പോകാത്ത, ഞാൻ പറഞ്ഞിരുന്നു BEd കരിക്കുലത്തിലുള്ള ഭാഗമാണ് ഈ പറയുന്ന ഫ്ലിപ്ഡ് ക്ലാസ് ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ. അപ്പൊ നിങ്ങൾക്ക് ഇതിന്റെ അകത്ത് മനസ്സിലായ സാധനം എന്താന്നൊക്കെ വെച്ചിട്ട് പറയാം. ഫ്ലിപ്ഡ് ക്ലാസ് എന്ന് പറഞ്ഞ സാധനം ജസ്റ്റ് ബേസിക് ആയിട്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടാണ് ക്വസ്റ്റ്യനിലേക്ക് കടക്കാനുള്ളത്. ഫ്ലിപ്ഡ് ക്ലാസ് എന്ന് പറയുന്നത് ആധുനികപരമായിട്ടുള്ള ഒരു ടൈപ്പ് ഓഫ് ക്ലാസ്സുകളാണ്. അതിൻ്റെ അകത്ത് ആധുനിക ക്ലാസ്സുകൾ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റണം ICT റിലേറ്റഡ് ക്ലാസ്സുകളാണ്, അഥവാ ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി റിലേറ്റഡ് ക്ലാസ്സുകളാണ് ഈ പറയുന്ന ആധുനിക ക്ലാസ്സുകളൊക്കെ തന്നെ. അപ്പൊ സ്വാഭാവികമായിട്ട് അവിടെ എന്തായിരിക്കും, ആധുനിക ക്ലാസ്സുകളുടെ ഒരു പ്രത്യേകത ഉണ്ട്, ജനറൽ ഐഡിയ ഉണ്ട്. എന്താണ്, എപ്പോഴും നല്ല ആക്റ്റീവ് ക്ലാസ്സുകളായിരിക്കും അല്ലെ, ഉറപ്പല്ലേ? അതെ. ഈ ഒരു കൺസെപ്റ്റ് ഈ എന്താണ് ജനറലായിട്ട് നിങ്ങൾ ഉണ്ടാക്കിയെടുക്കണം ഫസ്റ്റ്. അപ്പൊ കുറെ സാധനങ്ങൾ കിട്ടും, കുറെ സാധനങ്ങൾ ഈ പറയുന്ന സംഭവങ്ങളെ നിങ്ങൾക്ക് ഒരു വക അറിഞ്ഞുണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടും. ഈ ഒരു ക്വസ്റ്റ്യന്റെ ഒരു പ്രത്യേകത അങ്ങനെയാണ്. പിന്നെ വേണ്ട ഒരു സംഭവം എന്ന് വെച്ചാൽ ആവശ്യത്തിന് എന്ത് ചെയ്യണം, മനസ്സിലാക്കി വായിച്ചെടുക്കാൻ പറ്റണം. കൺസെപ്റ്റ് നിങ്ങൾക്ക് അറിയണമെന്നേ ഉണ്ടാവൂല. എന്തായാലും നമുക്ക് ഈ ഒരു ചോദ്യത്തിന്റെ എന്താ നോക്കാം. ലാ യുലിക് ബിൽ ഫസൽ മഅകൂസ്, ഫ്ലിപ്ഡ് ക്ലാസ്സുമായി ബന്ധപ്പെടാത്ത സ്റ്റേറ്റ്മെന്റ് എന്താണ്? ഇസ്തിഖ്ദാമു തക്നിയാത്തുൽ ഹദീസ, മോഡേൺ ടെക്നോളജീസ് ഉപയോഗിക്കുക. മുത്താലഅത്തി തുല്ലാബി ഫുസൂലിഹിം, ക്ലാസ് റൂമിൽ വെച്ചുകൊണ്ട് കുട്ടികൾ വായിക്കുക. അദ്ദറസു ഫീ ത്വരീഖി മഖ്തഇ, വീഡിയോ ഉപയോഗിച്ചുകൊണ്ട് ക്ലാസ്സുകൾ കേൾക്കുക.
അൻഷിദത്തു തഫാഉൽ ദാഖിൽ ഫസ്ൽ, ക്ലാസ് റൂമിനുള്ളിൽ പ്രവർത്തനങ്ങൾ നടത്തുക. കോപ്പറേറ്റീവ് പ്രവർത്തനങ്ങൾ, അതായത് കുറച്ചുകൂടി ഇന്ററാക്റ്റീവ് പ്രവർത്തനങ്ങൾ നടത്തുക എന്നുള്ളതാണ്. അഥവാ ക്ലാസ് ഇരിക്കുന്ന സമയത്ത്. ഓക്കെ, നിങ്ങൾക്ക് ആദ്യം കുറച്ച് ഹിന്റ് തന്നത് കൊണ്ട് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ക്ലാസ് റൂമുള്ളിൽ വായിക്കൽ എന്നുള്ളതല്ല. ഈ ഫ്ലിപ്ഡ് ക്ലാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അത് തഅല്ലുമുൽ മഖ്ലൂബ് എന്ന് നമ്മൾ പറയാറുണ്ട്. എന്താ നമുക്ക് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം. ഇതേ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് ഈ പറയുന്ന ICT റിലേറ്റഡ് ആയിട്ട് നമുക്ക് കുറച്ച് വിഷയങ്ങൾ പഠിക്കാനുണ്ട് ഈ BEdനൊക്കെ കരിക്കുലത്തിൽ. അപ്പൊ അതിന്റെ അകത്ത് പറയുന്ന ഒരു സാധനമാണ് തഅല്ലുമുൽ മഖ്ലൂബ്, തഅല്ലുമുൽ മഅ്കൂസ് എന്നുള്ളത്. അപ്പോ ഇവിടെ ചെയ്യണേന്ന് വെച്ചാൽ ഇത്രേ ഉള്ളൂ. അധ്യാപകൻ വിദ്യാർത്ഥിക്ക് എന്ത് ചെയ്യും? പഠിക്കാനുള്ള കണ്ടന്റ് പറഞ്ഞു കൊടുക്കും. എന്നിട്ട് ആ വീഡിയോസും കാര്യങ്ങളൊക്കെ നൽകും. എന്നിട്ട് ടൈം കൊടുക്കും. ഇത്ര ദിവസത്തിനകത്ത് നിങ്ങളത് കവർ ചെയ്യണമെന്ന് പറയും. എന്നിട്ട് ആ കവർ ചെയ്യാൻ വേണ്ടി പറഞ്ഞതിന് ശേഷം ഒരു ദിവസം സ്കൂളിലോട്ട് വരണം. എന്നിട്ട് അവിടെ വെച്ച് ഡിസ്കഷൻ നടക്കും. ഇതാണ് തഅല്ലുമുൽ മഖ്ലൂബ് എന്നുള്ളത്. അഥവാ ഓൺലൈൻ, നമ്മൾ ബ്ലെൻഡഡ് മോഡ് ഓഫ് ലേണിംഗ് എന്ന് പറയാറുണ്ട്. ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ ലേണിംഗ് മെത്തേഡ് എന്ന് പറയാറുണ്ട്. അതായത് ഓൺലൈനിൽ ക്ലാസ് ഉണ്ടാവും, ഓഫ്ലൈൻ ക്ലാസ് ഉണ്ടാവും. അതിന്റെ കൂടെ എക്സ്ട്രീം വെർഷൻ ആണ് ഈ പറയുന്ന ബ്ലെൻഡഡ് മെത്തേഡ്. ഇതെന്താണ്? ഈ പറയുന്ന തഅല്ലുമുൽ മഅ്കൂസ്, ഫ്ലിപ്ഡ് ക്ലാസ് റൂം എന്ന് പറയാം. അതായത് ഫ്ലിപ്പ് ചെയ്ത്, അഥവാ എന്താണ്, രണ്ടാക്കി തരം തിരിച്ചുകൊണ്ട് ക്ലാസ് എടുക്കുക എന്നുള്ളത്. അഥവാ നമ്മുടെ ക്ലാസ്സുകൾ നടക്കുന്ന ഓൺലൈൻ ആയിരിക്കും, പക്ഷേ അതിന്റെ ആക്ടിവിറ്റീസ് നടക്കുന്ന എവിടെയായിരിക്കും? ഓഫ്ലൈൻ ആയിക്കൊണ്ടെന്നായിരിക്കും. മനസ്സിലായോ? ഓക്കെ. ഹുവ നുമാദിജുൻ തർബവിയൻ, ഒരു എഡ്യൂക്കേഷണൽ മെത്തേഡ് ആണ്. യർമി ഇല ഇസ്തിഖ്ദാമി തക്നിയാത്തുൽ ഹദീസ, എന്താണ്, മോഡേൺ ടെക്നോളജികൾ ഉപയോഗിച്ചുകൊണ്ട്, വശബക്കത്തുൽ ഇന്റർനെറ്റ് യൂസ് ചെയ്തുകൊണ്ട്, ബി ത്വരീഖത്തിൻ, ഒരു മെത്തേഡിലൂടെ, തുസ്മഹുൽ മുഅല്ലിമു, അധ്യാപകൻ അനുവദിക്കുന്നു, ബി ഇദാദിൽ മുഅല്ലിമി, വിദ്യാർത്ഥിയെ, ബി ഇദാദി ദറസി അൻ ത്വരീഖി മുഖാത്തിഇ വീഡിയോ ലെസൺസ് ഉപയോഗിച്ചുകൊണ്ട് പാഠഭാഗം തയ്യാറാക്കാൻ വേണ്ടി അധ്യാപകൻ ഉപയോഗിക്കാറുണ്ട്. ഓ മുലഫാത്തിൻ സൗത്തിയ, അല്ലെങ്കിൽ ഓഡിയോ ഫയലുകളിലൂടെയോ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും എന്താണ്, ഓഡിയോ വിഷ്വൽ എയ്ഡുകളിലൂടെയൊക്കെ കണ്ടുകൊണ്ട് എന്ത് ചെയ്യാറുണ്ട്? അധ്യാപകൻ ലെസൺ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി വിദ്യാർത്ഥി അനുവദിക്കുന്നു. അതിനെ കണ്ടന്റ് പ്രിപ്പയർ എവിടെ വെച്ചിട്ടാണ്? വീട്ടിൽ വെച്ചിട്ടാണ്. എന്താണ്, അവന്റെ വീട്ടിൽ വെച്ചിട്ടോ ഏതെങ്കിലും മറ്റേതെങ്കിലും സ്ഥലത്ത് വെച്ചിട്ട് എന്ത് ചെയ്യാം? അവനിക്ക് അത് വായിച്ചെടുക്കാം. ഹവാസിബിഹിം, അവന്റെ കമ്പ്യൂട്ടർ ഉപയോഗിച്ചുകൊണ്ടോ, ഔ ഹവാത്തിഫിഹിം ദിക്കിയ, എന്താണ്, സ്മാർട്ട് മൊബൈൽ ഉപയോഗിച്ചുകൊണ്ടോ, ഔ അജിഹസതിഹിം ലൗഹിയ, എന്താണ്, മറ്റ് എന്തെങ്കിലും എന്താണ് ഉപകരണങ്ങൾ ഉപയോഗിച്ചോ, കബല ഹുദൂർ ദർസ്. അഥവാ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് പറയാനാണെങ്കിൽ, നിങ്ങളിപ്പോ ക്ലാസ് റൂമിലേക്ക് കടക്കുന്നതിന് മുമ്പ് നിങ്ങളോട് ഞാൻ പറയാണ്, നിങ്ങളൊരു കാര്യം ചെയ്യാം. നാളെ നമ്മൾ പഠിപ്പിക്കാൻ പോണത് നളരിയാത്ത് ഫി മജാല താലീമിലെ നളരിയത്ത് സുലൂക്കിയ നളരിയത്തുൽ നളരിയത്തുൽ ബന്നായി ആണെന്ന് പറയാണ്. അപ്പൊ ഇവിടെ ഞാൻ ചെയ്യാൻ പോണ പ്രവർത്തനങ്ങൾ നിങ്ങളോട് എന്ത് ചെയ്യാ? ഈ രണ്ട് സാധനങ്ങളും ജസ്റ്റ് ഒന്ന് ക്ലാസ് എവിടെന്നെങ്കിലും കേട്ടിട്ട് നോട്ട് പ്രിപ്പയർ ചെയ്തുകൊണ്ട് വരാന്ന് പറയണം. എന്നിട്ട് വന്നതിന് ശേഷം ഞാൻ പഠിപ്പിക്കും. നിങ്ങൾക്ക് ഓൾറെഡി സാധനം അറിയാം, കാരണം നിങ്ങൾ ഓൾറെഡി വീഡിയോസ് നമ്മളൊക്കെ ആയിട്ട് നിങ്ങൾ പഠിച്ചതാണ്. എന്നിട്ട് അതിന്റെ ഡിസ്കഷൻ മാത്രമാണ് ഈ പറയുന്ന തഅല്ലുമുൽ മഖ്ലൂബ്, തഅല്ലുമുൽ മഖ്കൂസിൽ നടക്കാം. ഇവിടെ എന്ത് ചെയ്യും? ഹീന യുഹസ്സിസു വഖ്തുൽ മുഹാദറത്തിൽ മുനാഖശാത്തി വൽ മുശാരിക വ തദ്രീബത്ത്, ആക്ടിവിറ്റീസിനും എക്സസൈസിനൊക്കെ വേണ്ടിയിട്ട് എന്ത് ചെയ്യും? ഒരു പ്രത്യേക സമയമൊക്കെ എന്ത് ചെയ്യും? ഇവിടെ നൽകും എന്നുള്ളതാണ്. പക്ഷെ അത് ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ ക്ലാസ്സിൽ പിന്നീട് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. കണ്ടോ? ഇവിടെ നിങ്ങൾ കണ്ടതിനെ നിങ്ങൾക്ക് മനസ്സിലാവും. ഒരു പരമ്പരാഗതമായിട്ടുള്ള ലേണിംഗിൽ എന്നുള്ളത് എന്താണ്? അധ്യാപകൻ നിൽക്കുന്നു, അധ്യാപകൻ ലെക്ചർ ചെയ്യുന്നു, സ്വന്തമായിട്ട് ഒരു വിദ്യാർത്ഥി എന്ത് ചെയ്യും? പഠന പ്രവർത്തനം എഴുതുന്നതാണ്. എന്നാല് തഅല്ലുമുൽ മഖ്ലൂബിലാകുമ്പോ അവിടെ നടക്കുന്ന വെച്ചതാണ്, കുട്ടി ഒരു വീഡിയോ കാണാണ്. ആ വീഡിയോ എന്താണ്? വീഡിയോ കണ്ടതിന് ശേഷം അതിന്റെ തുടർ പ്രവർത്തനങ്ങൾ എന്താണ്? ഗ്രൂപ്പായിട്ട് തരംതിരിഞ്ഞിരുന്ന്
ഓരോ വ്യക്തികൾക്കിടയിലുള്ള എന്താണ് ആശയങ്ങൾക്ക് അനുസരിച്ചിട്ടാണ് നടക്കാൻ. അപ്പൊ അതിന്റെ ഇടയിൽ ഒരുപാട് പ്രവർത്തനം നടക്കാറുണ്ട്. ബ്രെയിൻ സ്ട്രോമിംഗ് ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങൾ എന്ത് ഈ പറയുന്ന തഅല്ലുമുൽ മഅ്കൂസിൽ നടക്കാറുണ്ട് എന്നുള്ളതാണ്. മനസ്സിലായോ? തഅല്ലുമുൽ മത്ലൂബും തഅല്ലുമുൽ തഖ്ലീദും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായോ? ഫ്ലിപ്ഡ് ക്ലാസ് റൂമും നോർമൽ ക്ലാസ് റൂമും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായോ എന്ന്? ഓക്കെ, മനസ്സിലായി. അടുത്തത് അൽ കലിമത്തുൽ മുആദിലത്തുൽ LMS, ലേണിംഗ് മാനേജ്മെന്റ് സിസ്റ്റം എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ട്. അതെന്താണെന്ന് പറയാം. അതിന് പ്രതിപാദിക്കുന്ന വാക്ക് ഏതാണ്? നിലാം ഇദാറത്തുൽ മദ്രസയാണോ, നിലാം ഇദാറത്ത് തഅല്ലുമാണോ, നിലാം ഇദാറത്ത് ലുഗയാണോ, നിലാം ഇദാറത്ത് തഅലീമാണോ? LMS എന്ന് വെച്ചാൽ ലേണിംഗ് മാനേജ്മെന്റ് സിസ്റ്റം എന്ന് പറയും. എന്താണെന്നൊക്കെ നമുക്ക് പറയാവേ. നിങ്ങൾ കറക്റ്റ് വാക്ക് കണ്ടെത്ത് ഫസ്റ്റ്. ഇല്ലേ? ഇനിയില്ലേ? ആർക്കും ഓപ്ഷൻ ഒന്നും ഇല്ലേ? നിലാം ഇദാറത്തുൽ മദ്രസയാണോ, നിലാം ഇദാറത്ത് തഅല്ലുമാണോ, നിലാം ഇദാറത്ത് ലുഗയാണോ, നിലാം ഇദാറത്ത് തഅലീമാണോ? ഓക്കെ, നമുക്ക് ഉത്തരം നോക്കാം. നിലാം ഇദാറത്ത് തഅല്ലും തന്നെയാണ്. കാരണം തഅലീം എന്നുള്ളത് ടീച്ചിങ് ആണ്, ലേണിംഗ് എന്നുള്ളത് തഅല്ലുമാണ്. തഅല്ലുമി വ തഅലീം, ലേണിംഗ് ആൻഡ് ടീച്ചിങ്, പറഞ്ഞു പഠിച്ച സാധനമാണ്. നിലാം എന്ന് വെച്ച സിസ്റ്റമാണ്. ഇദാറ എന്നുള്ളത് മാനേജ്മെന്റ് ആണ്. മദ്രസ എന്നുള്ള സ്കൂളാണ്. ലുഗ എന്നുള്ളത് ലാംഗ്വേജ് ആണ്. തഅല്ലും എന്നുള്ളത് ലേണിംഗ് ആണ്. തഅലീം എന്നുള്ളത് ടീച്ചിങ് ആണ്. മനസ്സിലായോ? ഡിഡ് യു അണ്ടർസ്റ്റാൻഡ്? ഓക്കെ. അങ്ങനെ പറഞ്ഞു വാക്കുകൾ പഠിക്കുക എന്നുള്ളതാണ്. അപ്പൊ എന്താണ് നിലാമു ഇദാറത്തു തഅല്ലും, ലേണിംഗ് മാനേജ്മെന്റ് സിസ്റ്റം എന്നുള്ളത്? ഈ ലേണിംഗ് മാനേജ്മെന്റ് സിസ്റ്റം എന്ന് പറയുന്നത് ആക്ച്വലി എന്താണ്? ഒരു വെബ് ബേസ്ഡ് ലേണിംഗിന്റെ ഒരു സാധനമാണ്. അതായത് യസ്തഖദമുൽ തഖ്തീതി വ തൻഫീദി വ തഖീമി അദാഉൽ അമലിയത്തു തഅലീമിയ ഫിൽ മദ്രസതി യത്തിമു ഇസ്തിഖ്ദാമി ലിമുമാറസി തഅലീമുൽ ഇലക്ട്രോണി ഫിൽ മദാരിസിൽ ഖാസതി വ ദുവലിയ. യസ്തഖദം ഉപയോഗിക്കപ്പെടുന്നു ലി തഖ്തീതിൻ, പ്ലാൻ ചെയ്യാനും, വ തൻഫീദിൻ അത് പ്രയോഗിക്കാനും, വ തഖ്വീമിൻ അതിനെ ഇവാലുവേറ്റ് ചെയ്യാനും, യത്തിമു ബിസ്തിഖ്ദാമിഹി ലിമുമാറസി തഅലീമുൽ ഇലക്ട്രോണി അത് നടക്കുന്ന എങ്ങനെയാണ്? ഒരു ഇലക്ട്രോണിക് ലേണിംഗ് സിസ്റ്റത്തിലൂടെയാണ് എന്നാണ് പറയുന്നത്. മനസ്സിലായോ? അതായത് ലേണിംഗ് മാനേജ്മെന്റ് സിസ്റ്റം നടക്കുന്നതിലൂടെയാണ് ഒരു കൃത്യമായിട്ടുള്ള ഒരു പ്ലാനും അതിന്റെ ലെസൺ പ്ലാൻ ഉൾപ്പെടെയുള്ള സാധനങ്ങൾ എന്തിലുണ്ടാവും? ലേണിംഗ് മാനേജ്മെന്റ് സിസ്റ്റത്തിൽ ഉണ്ടാവും. അപ്പോ ഈ ഒരു നിങ്ങൾക്ക് കുറച്ചുകൂടി സിമ്പിൾ ആയിട്ട് പറയാനാണെങ്കിൽ നമ്മുടെ ഈ കേരളത്തിലെ കരിക്കുലത്തിൽ മാത്രമാണ് ഈ പ്രശ്നം പറഞ്ഞത്. ഈ UAE കരിക്കുലത്തിലേക്കുള്ള സംഭവം കണ്ടു കഴിഞ്ഞാല് നമുക്ക് അറിയാൻ പറ്റുന്ന ഒരു സാധനം ഉണ്ട്. അതായത് എപ്പോഴും ഒരു പോർട്ടല് കാണും. ആ സ്കൂൾ പോർട്ടൽ ഉണ്ടാവും. ആ പോർട്ടല് അധ്യാപകനും വിദ്യാർത്ഥിക്കും രക്ഷിതാവിനും ആക്സസ് ചെയ്യാൻ പറ്റും. അപ്പൊ അതിന്റെ അകത്ത് അധ്യാപകൻ ഓരോ ക്ലാസ്സിലും പഠിപ്പിച്ച പാഠഭാഗം ഡെയിലി അപ്ഡേറ്റ് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ അത് പഠിപ്പിക്കാൻ അധ്യാപകൻ ഉപയോഗിച്ച PPTs അതിൻ്റെ അകത്ത് ഇടാറുണ്ട്. അങ്ങനെ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടാണ് ഗൾഫിലേക്ക് അറബി പഠനങ്ങൾ മുന്നോട്ട് പോകാറുള്ളത്. ഗൾഫിലേക്ക് ട്യൂഷൻ എടുക്കുന്നവർ കൃത്യമായിട്ട് അറിയായിരിക്കും. അപ്പൊ അമലിത് തഅലീമി വിഭാഗം അവിടെ എന്ത് ചെയ്യലുണ്ട്? നമ്മുടെ അർക്കാൻ അമലിത് തഅലീമ ബേസിക് സാധനങ്ങളായിട്ടുള്ള അധ്യാപകൻ, അതുപോലെ തന്നെ വിദ്യാർത്ഥിന്റെ അതോടൊപ്പം തന്നെ വലിയ രക്ഷിതാവും എന്താവാറുണ്ട്? ഈ ഒരു ലേണിംഗ് മാനേജ്മെന്റ് സിസ്റ്റത്തിന്റെ ഭാഗമാണ് എന്നുള്ളതാണ്. ഇതെന്തിനാണ്? ഒരു വളരെ എളുപ്പത്തിന് വളരെ വേഗത്തില് ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന സാധനമാണ് ലേണിംഗ് മാനേജ്മെന്റ് സിസ്റ്റം എന്ന് പറയുന്നത്. സംഭവം മനസ്സിലായോ? എന്താണ് ലേണിംഗ് മാനേജ്മെന്റ് സിസ്റ്റം എന്ന് മനസ്സിലായോ? ഉദാഹരണത്തിന്
ഇപ്പൊ ഒരു സ്കൂള് പറയാണ്, ഞാൻ ഉദാഹരണം ABC എന്നൊരു സ്കൂള്. ആ സ്കൂളിലെ 8ാം ക്ലാസ്സിലെ അറബി ഭാഗം പഠിപ്പിക്കാണ്. അപ്പോ ആ അറബി ഭാഗത്തിന് ഏകദേശം 5ഓളം ചാപ്റ്റർ ഉണ്ട്. ഓരോ ചാപ്റ്ററിൽ 3ഓളം പാഠഭാഗങ്ങളുണ്ട്. ഓരോ പാഠഭാഗത്തിലുള്ള കുറെ എക്സസൈസുകളുണ്ട്. അധ്യാപകൻ ഒരു ദിവസം പഠിപ്പിക്കുന്ന സാധനത്തിന് എന്ത് ചെയ്യും? അതിന്റെ അകത്ത് ഇട്ടേക്കും, LMS ഇട്ടേക്കും. അപ്പോ ഈ LMS ഉപയോഗിച്ചുകൊണ്ട് എന്ത് ചെയ്യാം? അതിന്റെ അകത്ത് ചിലപ്പോൾ അതിന്റെ കുറച്ച് തുടർ ആക്ടിവിറ്റികളുണ്ട്. ചിലപ്പോൾ കുട്ടികൾ കാണേണ്ട കുറച്ച് അക്ഷരത്തിൽ മുത്താബിയായിട്ടുള്ള കാര്യങ്ങളൊക്കെ അതിന്റെ അകത്ത് ഉൾപ്പെടുത്താം. അതെന്ത് ചെയ്യും? കുട്ടിക്ക് ഫ്രീ ടൈം കിട്ടുന്ന സമയത്ത് അല്ലെങ്കിൽ വിദ്യാർത്ഥി കിട്ടുന്ന സമയത്ത് എന്ത് ചെയ്യും? ഇതിന്റെ അകത്ത് അപ്ഡേറ്റ് ചെയ്യും. ഇത് കയറി കാണുകയൊക്കെ ചെയ്യും. എന്നിട്ട് അതിന്റെ തന്നെ ഒരു ഇവാലുവേഷൻ നടത്താനുള്ള ഒരു എന്തുണ്ട്? അധ്യാപകനൊരു സാധനം ഉണ്ട്. അതിലൂടെ എക്സാം ഇടും, കണ്ടക്ട് ചെയ്യും. അപ്പോ കുട്ടി അത് അറ്റൻഡ് ചെയ്യുകയും ആ കുട്ടിയുടെ നിലവാരം എത്രയാണെന്ന് മനസ്സിലാക്കാൻ പറ്റും. സാധാരണ രൂപത്തില് LMSല് 3 അക്കൗണ്ട് ഉണ്ടാവാറുണ്ട്. ഓരോ LMSന് 3 അക്കൗണ്ട് ഉണ്ടാവാറുണ്ട്. ഒന്ന് ഹിസാബുൽ മുഅല്ലിം, അധ്യാപകന്റെ ഒരു അക്കൗണ്ട് ഉണ്ടാവാറുണ്ട്. ഹിസാബുൽ ത്വാലിബ്, വിദ്യാർത്ഥികളുടെ ഒരു അക്കൗണ്ട് ഉണ്ടാവാറുണ്ട്. അതോടൊപ്പം തന്നെ രക്ഷിതാവിന് ഒരു അക്കൗണ്ട് ഉണ്ടാവാറുണ്ട്. പിന്നെ 3 രൂപത്തിലുള്ള അക്കൗണ്ടുകളിലൂടെ ഇത് നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. സംഭവം മനസ്സിലായോ? ഇത് എന്താണ് LMS എന്നുള്ളത്? കൺസെപ്റ്റ് ക്ലിയർ ആയോ? യെസ് ഓർ നോ? ഓക്കെ. ഓക്കെ. അടുത്തൊരു ചോദ്യം, അൽ മർജഉൽ അവ്വലു അല്ലദീ യഅ്തമിദു ദാരിസു ഫി തഅലീം. വിദ്യാർത്ഥി എന്താണ്? അൽ മർജഉൽ അവ്വൽ, ഫസ്റ്റ് സോഴ്സ് എന്താണ്? അല്ലദീ യഅ്തമിദു ദാരിസു, വിദ്യാർത്ഥി അവലംബിക്കുന്ന ഫി തഅലീം, പഠനത്തില്. അതായത് വിദ്യാർത്ഥി അവലംബിക്കുന്ന പഠനത്തിലെ ഫസ്റ്റ് സോഴ്സ് ഏതാണെന്നുള്ളതാണ്. ഷബക്കത്ത് ഇന്റർനെറ്റ് ആണോ? ഇന്റർനെറ്റ് സോഴ്സുകളാണോ? അൽ കിതാബുൽ മദ്രസി, ടെക്സ്റ്റ് ബുക്ക് ആണോ? അൽ കിതാബുൽ അമലിയ ആക്ടിവിറ്റി ബുക്ക് ആണോ? കിതാബുൽ മുഅല്ലിം ഹാൻഡ് ബുക്ക് ആണോ? ഓക്കെ, കിതാബുൽ മദ്രസിയാണ് അല്ലെ. കാരണം എന്താണ്? ടെക്സ്റ്റ് ബുക്ക് വെച്ചാലല്ലേ കുട്ടി പഠിക്കണേ. അധ്യാപകനല്ലേ ഹാൻഡ് ബുക്ക് ഉപയോഗിക്കുന്നത്. കുട്ടിക്കെല്ലാം കിട്ടുന്നുണ്ടോ? ഇനി ഹാൻഡ് ബുക്ക് എന്തിനാണ്? തുസാഇദുൽ മുദർരിസി ലി തൻമിയത്തി മഹാറാത്തു ലി എന്താണ്? മഹാറാത്ത് തദ്രീസി, അവന്റെ സ്കില്ല് വർദ്ധിപ്പിക്കാനും മുസാദത്തി ദുറൂസ്, അധ്യാപകന്റെ പഠനത്തിൽ സഹായകരമാകാനാണ് കിതാബുൽ മുഅല്ലിം യൂസ് ചെയ്യുന്നത്, ഹാൻഡ് ബുക്ക് യൂസ് ചെയ്യുന്നത്. ഷബക്കത്തുൽ ഇന്റർനെറ്റ് ഇതിലാണ് യൂസ് ചെയ്യണത്. ലി തത്വീരി എന്താണ്? മഅലൂമാത്തി അല ഷബക്കത്തുൽ ഇന്റർനെറ്റ്, അവന്റെ കുറച്ചുകൂടി നോളജ് സ്കില്ലുകൾ വളർത്തുക. അതായത് അവന്റെ ലെവലുള്ള കൺസെപ്റ്റിന്റെ കുറച്ചുകൂടി എക്സ്റ്റൻഡഡ് വേർഷൻ വായിക്കാനാണ്. ലിൽ മുത്താലാത്തിൽ എന്താണ്? ഔ ലിൽ ഖിറാഅത്തിൽ എന്താണ്? മുക്കസ്സഫ അല്ല, മുക്കസ്സഫ എന്ന് പറയാം. എക്സ്റ്റെൻസീവ് റീഡിങ് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഷബക്കത്തുൽ ഇന്റർനെറ്റ് ഉപയോഗിക്കുന്നത്. മനസ്സിലായോ? ഓക്കെ. ഓക്കെ. ഇനി അടുത്തൊരു ചോദ്യം, ഇത് എല്ലാ എക്സാമിനും ചോദിക്കുന്ന ചോദ്യമാണ്. ലൈസ മിൻ അക്താബി തഅലീം റഈസിയ, യഥാർത്ഥത്തിലുള്ള ഒരു പഠനത്തിന്റെ കുത്തുബിൽ പെടാത്ത ഏതാണ്? മുഅല്ലിമാണോ? മുതഅല്ലിമാണോ? മുഹ്തവയാണോ? ഫസ്ലാണ്? അധ്യാപകൻ, വിദ്യാർത്ഥി, കണ്ടന്റ്, ക്ലാസ് റൂം. Which one is right? യെസ്, നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. അപ്പൊ കിതാബു തഅലീം റഈസിയ എന്ന് പറയുന്നത് മുഅല്ലിം, മുതഅല്ലിം വൽ മുഹ്തവ എന്നുള്ളതാണ്. അധ്യാപകൻ, വിദ്യാർത്ഥി, കണ്ടന്റ് എന്നുള്ളതാണ്. ഇനി അടുത്തൊരു ചോദ്യം, മിമ്മ ലാ യസിഹു അൻ തഅല്ലും, എന്താണ്? അധ്യാപനവുമായി ബന്ധപ്പെടാത്ത സ്റ്റേറ്റ്മെന്റ് എന്താണ്? അത്തഅല്ലുമു ഹി അമലിയത്തുൻ തിൽഖായിയത്തുൻ. ഓക്കെ, എന്താണ്? ഒരു തിൽഖായിയത്തായിട്ടുള്ള പ്രവർത്തനമാണെന്നാ പറഞ്ഞത്. തിൽഖായിയ എന്നുള്ളത് ഓട്ടോമാറ്റിക് പ്രോസസ് എന്ന് പറയാം. വഹി അമലിയത്തുൻ വാഇയ, എന്താണ്? ഒരു കോൺഷ്യസ് പ്രോസസ് ആണെന്ന് പറയാം. അമലിയത്തുൻ ഖസദിയ,
ഇന്റൻഷണൽ പ്രോസസ്സാണ്. അതായത് ഉദ്ദേശിക്കുന്ന സമയത്ത് നടക്കുന്ന ഒരു പ്രവർത്തനമാണെന്ന് അർത്ഥം, ഇന്റൻഷൻ. അതുപോലെ ഹുസൂലി ലുഗത്ത് സാനിയ, സെക്കൻഡ് ലാംഗ്വേജിന്റെ കരസ്ഥമാക്കലാണ് പഠനം എന്ന് പറയുന്നത്. ഇതിന്റെ അകത്ത് ഏത് സ്റ്റേറ്റ്മെന്റ് ആണ് പഠനവുമായി ബന്ധപ്പെടാത്തത് എന്നുള്ളതാണ്. ഓപ്ഷൻസ് ഒന്നും കൂടി പറഞ്ഞു. അമലിയത്തും തിൽക്കായ, ഈ പഠനം എന്ന് പറയുന്നത് ഒരു ഓട്ടോമാറ്റിക് പ്രോസസ്സാണ്. സാധാരണ നമ്മുടെ എന്താണ് നടന്നു പോകും, ഇത്രേ ഉള്ളൂ. അതാണ് ഓട്ടോമാറ്റിക് പ്രോസസ് എന്ന് പറയാം. പിന്നെ അമലിയത്തുൻ വായിയത്തുൻ, ഒരു എന്താണ് കോൺഷ്യസ് പ്രവർത്തനമാണെന്ന് പറയാണ്. ഓക്കെ. പിന്നെ പറഞ്ഞ അമലിയത്തുൽ കസദിയ, ഒരു ഇന്റൻഷൻ, നമുക്ക് തോന്നുന്ന സമയത്ത് നമ്മൾ പഠിക്കാൻ പറ്റുള്ളൂ. പിന്നെ ഹുസൂലി ലുഗത്തുൽ സാനിയ, സെക്കൻഡ് ലാംഗ്വേജിന്റെ കരസ്ഥമാക്കും. ഓക്കെ, നമുക്ക് ആൻസറിലേക്ക് പോവാം. ഒരു എന്താണ് ഓട്ടോമാറ്റിക് പ്രോസസ് ആണോ പഠനം എന്നുള്ളത്? നിങ്ങൾ പറയും. സാധാരണ നടന്നു പോവോ പഠനം എന്നുള്ളത്? നിങ്ങൾ ഉദ്ദേശിച്ചാലല്ലേ പഠനം നടക്കുള്ളൂ. ഞാൻ നിങ്ങളെ ഇങ്ങനെ പഠിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ചിന്തിക്കാതെ പഠിക്കാൻ പറ്റുമോ? ഇല്ല. ആ, പിന്നെ ഈ അമലിയത്തുൻ എന്താണ് കസദിയ എന്ന് വെച്ചാൽ ഇന്റൻഷൻ പ്രോസസ് എന്നുള്ളതാണ്. ഇന്റൻഷൻ പ്രോസസ് എന്നുള്ളതാണ്. അതിന്റെ ഓപ്പോസിറ്റ് അല്ലേ അമലിയത്തുൻ തിൽക്കായ എന്ന് പറയാം, ഓട്ടോമാറ്റിക് എന്നുള്ളത്. തോന്നലും ഓട്ടോമാറ്റിക് ആയിട്ടുള്ള സാധനം രണ്ടല്ലേ? അല്ലേ? അതെ, രണ്ടും തന്നെയാണ്. രണ്ട് സാധനമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഓപ്ഷൻ എ ആണ് ശരിയായി വരാം. ഒന്ന് പോസ്റ്റ്മോർട്ടം ചെയ്യാം. അമലിയത്തുൻ വാഇയ എന്ന് വെച്ച് കഴിഞ്ഞാൽ കോൺഷ്യസ് പ്രവർത്തനമാണ്. التعليم يتطلب انتباها وتركيزا من المتعلم. അധ്യാപനത്തിന് എന്തുണ്ട്, അല്ലെങ്കിൽ എന്താണ് പഠനത്തിന് ഇന്തിബാഹൻ വ തർക്കീസ മിനൽ മുത്തഅല്ലിം, എന്താണ് വിദ്യാർത്ഥിയിൽ നിന്നുള്ള ഒരു ശ്രദ്ധ ആവശ്യമുണ്ട്. ലിഫഹമിൻ വ ഇസ്തിയാബിൽ മഅലൂമാത്തുൽ ജദീദ, പുതിയ കാര്യങ്ങളെ മനസ്സിലാക്കാനും അതനുസരിച്ച് കൊണ്ട് ആശയവിനിമയം നടത്താനും. അതുകൊണ്ട് നമുക്ക് പറയാൻ പറ്റും ഈ പഠനം എന്നുള്ളത് തുഷ്മിലു തഫ്കീർ വാഇ വ തഹ്ലീലി വ തഖ്രീം, അനാലിസിസും ഇവാലുവേഷനും ചിന്തയും ഒക്കെ ഉള്ള സാധനമാണ് എന്ത് വിദ്യാഭ്യാസം അല്ലെങ്കിൽ പഠനം എന്ന് പറയാം. അതുപോലെ അടുത്തൊരു ഒരു സവിശേഷതയാണ് അമലിയത്തുൻ കസദിയ എന്ന് പറയാം. ആ തഅലീം, പഠനം എന്നുള്ളത് യത്തിമു, പൂർത്തിയാക്കുന്നു, അൻ തൊരീക്ക് നിയത്തിനിലൂടെ, വൽ കസദ്, ഉദ്ദേശത്തിലൂടെ, മുഹദ്ദിദ, വ്യത്യസ്തമായിട്ടുള്ള നിർണയിക്കപ്പെട്ട വിദ്യാഭ്യാസ ലക്ഷ്യങ്ങൾ പൂർത്തിയാകുന്നത് ഒരു വിദ്യാർത്ഥിയിൽ ഉണ്ടാകുന്ന ലക്ഷ്യങ്ങളിലൂടെയാണ് എന്നുള്ളതാണ്. ഉദാഹരണത്തിന് ഞാൻ പറയാണ്, നിങ്ങളിപ്പോ ആശിക്കാണെന്ത് ഒരു നല്ല ഒരു അറബി ടീച്ചറായിട്ട് മാറാണെന്ന് ആഗ്രഹിക്കാണ്. അപ്പോ കേട്ടത്തിന്റെ പഠനം സാധ്യമാകുന്ന എപ്പോഴാണ്? നിങ്ങളുടെ അറബി ടീച്ചർ ആവുക എന്നുള്ള നിയ്യത്തിലൂടെയാണ്. അപ്പൊ പഠനം ഒരു അമലിയത്തുൻ കസദിയ എന്ന് പറയുന്നതിൽ തെറ്റില്ലല്ലോ. തെറ്റുണ്ടോ? ഇല്ല. അതാണ് പറഞ്ഞത്. പിന്നെ ഹുസൂലി ലുഗത്തി സാനിയ, സെക്കൻഡ് ലാംഗ്വേജ് അക്വിസിഷൻ എന്ന് പറഞ്ഞ സാധനം. പഠനത്തിന്റെ ഒരു പ്രവർത്തനത്തിന്റെ ഒരു പാർട്ട് മാത്രമാണ് ഈ പറയുന്ന സെക്കൻഡ് ലാംഗ്വേജ് അക്വിസിഷൻ എന്ന് പറഞ്ഞ സാധനം. നമ്മുടെ അറബി ഭാഷ പഠിക്കുന്ന കുട്ടികളല്ലേ? അറബി ഭാഷ എന്നുള്ള നമ്മുടെ ആദ്യ ഭാഷയാണോ? ആണോ? അല്ല. അതിലൂടെ നമ്മൾ എല്ലാ സ്ഥലവും പഠിക്കാറില്ലേ? വായിക്കാനും എഴുതാനും കേൾക്കാനും സംസാരിക്കാനും പഠിക്കാറില്ലേ? അതെ. അപ്പൊ അതൊരു പഠനമല്ലേ? അതാണ് ആ സ്റ്റേറ്റ്മെന്റില് ഉദ്ദേശിച്ചതെന്നുള്ളതാണ്. ക്ലിയർ ആയോ? ഈ ഉദ്ദേശം ഞങ്ങക്ക് എക്സാം ഹാളിൽ നിന്ന് കിട്ടിയില്ല. ഇതൊരു പ്രശ്നമാണ്. ഞാൻ നിങ്ങളോടൊരു കാര്യം പറഞ്ഞിരുന്നു, നമുക്ക് കുറെ ക്വസ്റ്റ്യൻ ജനറൽ ആയിട്ട് വരുമെന്ന് പറഞ്ഞിരുന്നു, ഓർക്കണുണ്ടോ? ഞാൻ നിങ്ങളോട് പറയുന്നു കുറെ ക്വസ്റ്റ്യൻ ജനറൽ ആയിട്ട് വരും, നിങ്ങളുടെ ചിന്ത പോലെ എനിക്ക് ഉത്തരത്തിലേക്ക് എത്താന്നുള്ളതാണ്. ലോജിക്കൽ തിങ്കിങ് ഈ പറയുന്ന പെഡഗോജിയിൽ അപ്ലിക്കേഷൻ നടത്താനുണ്ട് കുറെ ക്വസ്റ്റ്യൻസിൽ.
അത് നിങ്ങൾ പഠിച്ചാൽ നിങ്ങൾ പെഡഗോജി സെറ്റ് ആവുള്ളൂ കേട്ടോ. അല്ല എത്ര പഠിച്ചിട്ടും കാര്യം ഉണ്ടാവില്ല. അടുത്തത് പ്ലാനിങ്ങുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. അത് ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ അടുത്ത ക്ലാസ്സിലേക്ക് മാറ്റണം. നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഓക്കെ, നമുക്ക് എന്തായാലും പ്ലാനിങ്ങുമായി ബന്ധപ്പെട്ട ചില ചോദ്യങ്ങളിലേക്ക് കടക്കാം. ഈ പ്ലാനിങ് എന്നുള്ളത് എന്താണ്? അധ്യാപകന് സഹായകരമാകും തദ്രീസ്, പഠനത്തിന്റെ ഏറ്റവും നല്ല സ്റ്റൈലുകൾ തിരഞ്ഞെടുക്കാൻ. എന്താണ്? ഈ എന്താണ് കാലത്തെ അല്ലെങ്കിൽ ഒരു പീരീഡ് ഓഫ് ടൈമിനെ പരിഗണിക്കാൻ. നഫ്സുൽ മുഅല്ലിം, എന്താണ് ഒരു പ്ലാൻ ചെയ്തുകൊണ്ട് എന്താണ് മനസ്സിന് ഇന്ന ദിവസം കൊണ്ട് ഇന്ന പാഠങ്ങൾ തീർക്കാൻ പറ്റും എന്നൊരു ഉറപ്പ് വരുത്താൻ വേണ്ടിയിട്ട് ഈ പറയപ്പെട്ടവയെല്ലാം ഈ പറയുന്ന പ്ലാനിങ്ങിന്റെ ഒരു നല്ല ഒരു ലക്ഷ്യങ്ങളാണെന്ന് പറയാൻ പറ്റുമോ? ശരിയാണ്. എന്താണ് ഈ പറയപ്പെട്ടവയെല്ലാം ശരിയാണ്. കാരണം എന്താണ് ഈ പ്ലാൻ ചെയ്യണം. എന്താണ് നല്ല ഒരു ടീച്ചിങ് മെത്തേഡ് യൂസ് ചെയ്തുകൊണ്ടാണ് പഠിപ്പിക്കാൻ. ഇന്ന പീരീഡിനുള്ളിൽ എന്ത് ചെയ്യണം? ഈ ഒരു പോർഷൻ തീർക്കണം. ഇന്ന പോർഷൻ ഇത്ര സമയം കണ്ട് തന്നെ സ്വാഭാവികമായിട്ട് എന്താണ് എനിക്കൊരു കോൺഫിഡൻസ് ഇട്ടാണ് എന്താ എന്റെ കുട്ടികൾ നന്നായിട്ട് പഠിക്കുമല്ലോ. കാരണം ബാക്കി പിന്നെ റിവിഷനും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് ഇയർ പ്ലാനും ലെസൺ പ്ലാനും മന്ത്ലി പ്ലാനും കുറെ പ്ലാനുകൾ വെച്ചിട്ടുള്ളത്. ആദ്യം ഒരു ഇയർ പ്ലാൻ തയ്യാറാക്കുക. ആ ഇയർ പ്ലാനിന്റെ അകത്ത് ഓരോ മാസങ്ങൾ ഇന്ന പാഠങ്ങൾ തീർക്കും നമ്മൾ പറയാ. അതിനുശേഷം ഓരോ ചാപ്റ്ററുകൾക്കും ഒരു തയ്യാറുണ്ടാക്കുക. എന്നിട്ട് ഓരോ ലെസന് ഒരു യൂണിറ്റ് തന്നെ ഇത്ര ലെസൺ പ്ലാൻ ഉപയോഗിച്ചുകൊണ്ട് ചാപ്റ്റർ തീർക്കുക എന്നുള്ള ലക്ഷ്യം ഉണ്ടാക്കുക. അതനുസരിച്ച് കൊണ്ട് പ്രവർത്തിക്കുക എന്നുള്ളതാണ് ഒരു അധ്യാപകൻ ചെയ്യേണ്ട മിനിമം ക്വാളിറ്റി എന്നുള്ളത്. അടുത്തത് പഠനത്തിലുള്ള പ്ലാനിങ്ങിന്റെ ലക്ഷ്യത്തിൽ പെടാത്തത് എന്താണ്? തക്ലീഫിൽ ഇദാരിയ, തഈരിൽ വസായിൽ തദ്രീസിയ, ഇക്തിശാഫിൽ മവാരിദുൽ ജദീദ, ഇഅ്തിബാർ തുല്ലാബിൽ മൗഹിബി. തക്ലീഫിൽ ഇദാരിയ എന്താണ്? ഈ അവരുടെ എന്താണ് അഡ്മിനിസ്ട്രേറ്റീവ് പരമായിട്ടുള്ള കാര്യങ്ങൾ പ്രവർത്തിക്കുക. തഈനുൽ വസായിൽ തദ്രീസിയ എന്താണ്? ഈ ടീച്ചിങ് എയ്ഡുകളെ തീരുമാനിക്കുക, പുതിയ കണ്ടന്റുകളെ കണ്ടെത്തുക, അതോടൊപ്പം തന്നെ എന്താണ് നല്ല കഴിവുള്ള വിദ്യാർത്ഥികളെ പരിഗണിക്കുക. ഇപ്പൊ ഒരു പ്ലാൻ ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളിൽ പെടാത്തത് എന്നുള്ളതാണ്. പാടില്ല. എന്താണ്? കഴിവുള്ള കുട്ടികളെ മാത്രം പരിഗണിക്കുക എന്നുള്ളത് പാടില്ല. കഴിവുള്ള കുട്ടികളെ മാത്രം പരിഗണിക്കാന്ന് പറഞ്ഞു ഇതിന്റെ അകത്ത്. അങ്ങനെയല്ലേ പറഞ്ഞേ? കഴിവുള്ള കുട്ടികളെ പരിഗണിക്കുക എന്ന് പറഞ്ഞു, മാത്രം പരിഗണിക്കുക എന്നുള്ള സ്റ്റേറ്റ്മെന്റ് പറഞ്ഞോ? ഓപ്ഷൻ എ അല്ലേ? സത്യം പറഞ്ഞ എനിക്കിതില് ഇതുവരെ സാറ് ക്ലാസ് എടുത്തതിലേക്ക് ഒരു ക്വസ്റ്റ്യൻ പോലും ഞാൻ എന്ത് ചെയ്തിട്ടില്ല, കണ്ടിട്ടില്ല, ഫോണില് കണ്ടിട്ടില്ല. ഒക്കെ സാറിനെ കേട്ടിട്ട് മാത്രമാണ് ഇതുവരെ ഞാൻ ഇരുന്നതില്. ഞാൻ കുറെ പ്രാവശ്യം ജോയിൻ ആവുന്നുണ്ട്. നെറ്റിന്റെ പ്രശ്നമാണോ റേഞ്ചിന്റെ പ്രശ്നം അറിയില്ല. അപ്പൊ ഉണ്ടെങ്കിൽ ക്ഷമിക്കാം, തെറ്റ് പറയുന്നെങ്കിൽ ക്ഷമിക്കണം. അങ്ങനെയല്ല ടീച്ചറെ, ഞാൻ അങ്ങനെയല്ല പറഞ്ഞത്. ഇഅ്തിബാർ തുല്ലാബിൽ മൗഹിബീൻ എന്ന് പറഞ്ഞതിന്റെ ആൻസർ ഞാൻ പരിഗണിക്കാന്ന് മാത്രമേ പറഞ്ഞോളൂ. അല്ലാതെ അവരെ മാത്രം പരിഗണിക്കാന്ന് പറഞ്ഞില്ലല്ലോ എന്നാണ് ഞാൻ ചോദിച്ചത്. ഇല്ല, പക്കത്ത് വന്നില്ല. പക്കത്തൊന്നും വന്നില്ലല്ലോ. അപ്പൊ ഇതിനകത്ത് നമുക്കറിയാം, നമ്മൾ പ്ലാൻ ചെയ്യുന്ന സമയത്ത് ഒരിക്കലും നമ്മൾ അഡ്മിനിസ്ട്രേറ്റീവ് രംഗത്ത്, അതായത് ഓഫീസ് റൂമിൽ അല്ലെങ്കിൽ പ്രിൻസിപ്പൾ പറയുന്ന കാര്യങ്ങൾക്കനുസരിച്ചുകൊണ്ട് നമുക്ക് പഠിക്കാൻ പറ്റുമോ? പഠിപ്പിക്കാം. അതായത് പ്രിൻസിപ്പലിനെ ഒക്കെ പരിഗണിച്ചുകൊണ്ട് നമുക്ക് ഒരു പ്ലാൻ തയ്യാറാക്കാൻ പറ്റും? ഇല്ല. പക്ഷെ നമ്മൾ ചെയ്യേണ്ട ഒരു പ്ലാൻ തയ്യാറാക്കുന്ന സമയത്ത് ഫസ്റ്റ് നമ്മൾക്ക് എന്ത് ചെയ്യാം? എന്റെ കുട്ടിയെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ മെത്തേഡ് യൂസ് ചെയ്യാം? ലാപ്ടോപ്പ് യൂസ് ചെയ്യാം, ഒരു വീഡിയോ എടുക്കാം, അങ്ങനെയൊക്കെ തീരുമാനിക്കാം. പിന്നെ ഇക്തിശാഫിൽ മവാരിദ് ജദീദ, പുതിയ കണ്ടന്റുകൾ പഠിപ്പിക്കാം. ഒരു സാധനം ടെക്സ്റ്റ് ബുക്കിൽ ഒരു സാധനം പഠിപ്പിക്കുന്നുണ്ട്. ആ സാധനം പഠിപ്പിച്ച സാധനത്തിനെ വേറൊരു മെത്തേഡിലൂടെ അല്ലെങ്കിൽ ആ മെത്തേഡിന് യൂസ് ചെയ്യുന്ന പുതിയൊരു സാധനം കൂടി അതിന് ഇട്ട് കൊടുക്കാം. അങ്ങനെ പഠിപ്പിക്കാം. പിന്നെ തൊല്ലാബിൽ മൗഹിബീൻ വൽ മുതഫത്തിഖീൻ വഗൈരിഹിം, നല്ല കഴിവുള്ള കുട്ടികളെയും പരിഗണിക്കണം, കഴിവില്ലാത്ത കുട്ടികളെയും പരിഗണിക്കണം. എല്ലാ കുട്ടികളെയും മൂത്തതിലാണ് എപ്പോഴും അധ്യാപകൻ എന്താണ് ഒരു മിഡിൽ ക്ലാസ്സിൽ നിന്നാണ് ക്ലാസ് എടുക്കാൻ.
മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. മനസ്സിലായോ? മനസ്സിലായി. ഇനി യജിരി വിദായത്തു സനത്ത് ദിറാസിയ, അതായത് താഴെ പറയുന്ന പ്ലാനിങ്ങിൽ ഒരു പ്ലാനിങ് എന്നുള്ളത് അതിന്റെ വർഷത്തിന്റെ തുടക്കത്തിൽ സംഭവിക്കുന്ന സാധനമാണ്. അത് തഖ്തീദ് സനവി ആണോ, തഖ്തീദ് ഉസ്ബൂഇ ആണോ, തഖ്തീദ് ഷഹരി ആണോ, തഖ്തീദ് യൗമി ആണോ, ഇയർ പ്ലാൻ ആണോ, വീക്ക്ലി പ്ലാൻ ആണോ, മന്ത്ലി പ്ലാൻ ആണോ, ഡെയിലി പ്ലാൻ ആണോ? അതായത് ഒരു വർഷത്തിന്റെ തുടക്കത്തിൽ എന്ത് പ്ലാനാണ് അധ്യാപകൻ ചെയ്യുന്നത്? ഡെയിലി പ്ലാൻ ആണ്, ഇയർ പ്ലാൻ ആണോ, അതായത് പഠന വർഷത്തിന്റെ അധ്യയന വർഷത്തിന്റെ തുടക്കത്തിലാണ് ഇയർ പ്ലാൻ ആണോ, വീക്ക്ലി പ്ലാൻ ആണോ, മന്ത്ലി പ്ലാൻ ആണോ, ഡെയിലി പ്ലാൻ ആണോ? ഇയർ പ്ലാൻ ആവില്ലേ? ഇയർ പ്ലാൻ തന്നെയാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഫസ്റ്റ് നമ്മൾ നോക്കേണ്ടത് തഖ്തീത്തുൽ ഫസ്ലി, ക്ലാസ് പ്ലാൻ എന്താന്ന് നമുക്ക് നോക്കാം. മൂന്ന് ടൈപ്പ് പ്ലാനുകളാണ് വരുന്നത്. തഖ്തീത്തുൽ ഫസ്ലി വരാറുണ്ട്. ഓക്കെ, തഖ്തീത്തുൽ ഫസ്ലി വരാറുണ്ട്. പിന്നെ അതുപോലെ തന്നെ തഖ്തീത്തുൽ ഉസ്ബൂഇ അബിൽ യോമി, വീക്ക്ലി ഓർ ഡെയിലി പ്ലാൻ വരാറുണ്ട്. അതുപോലെ തഖ്തീത്തു സനവി, ഇയർ പ്ലാനും വരാറുണ്ട്. അപ്പൊ തഖ്തീത്തുൽ ഫസ്ലി എന്ന് പറയുന്നത് എന്താണ്? ഒരു ആഴ്ചക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ മാസങ്ങൾക്ക്, ഓരോ 2-3 മാസങ്ങൾക്കോ വേണ്ടി നമ്മൾ തയ്യാറാക്കുന്ന ഒരു എന്താണ്, ഒരു പ്ലാനിങ് ആണ് തഖ്തീത്തുൽ ഫസ്ലി എന്ന് പറയുന്നത്. അപ്പൊ അതിന് വേണ്ടതെന്ന് വെച്ചാൽ ഓരോ ക്ലാസ്സിലും അല്ലെങ്കിൽ ഓരോ പീരീഡിനും അല്ലെങ്കിൽ ഓരോ ക്ലാസ്സിനും അല്ലെങ്കിൽ ഓരോ യൂണിറ്റിനും വേണ്ട എന്താണ് അഹ്ദാഫ് തദ്രീസ്, എന്താണ് പഠന ലക്ഷ്യങ്ങളെയും അതുപോലെ തന്നെ അതിനു വേണ്ടി പ്രയോഗിക്കേണ്ട വസായിലുകളെയൊക്കെ തീരുമാനിക്കുന്നത് ഈ തഖ്തീത്തുൽ ഫസ്ലിയിലാണ്. രണ്ടാമത്തെ സ്ഥാനമാണ് തഖ്തീത്തുൽ ഉസ്ബൂഇ അബിൽ യൗമി, ഡെയിലി പ്ലാൻ എന്നുള്ളത്. അതായത് ഓരോ ചെറിയ ചെറിയ ലെസൺ പ്ലാൻ, നമ്മളിപ്പം ഒരു ദിവസം കൊണ്ട് ഒരു പ്ലാൻ, ഒരു യൂണിറ്റ് പഠിപ്പിച്ച് തീർക്കും? ഇല്ല, ഒരു പാരഗ്രാഫി പഠിപ്പിക്കോളൂ. ആ പഠിപ്പിക്കുന്ന ഒരു എന്താണ് ഓരോ പാരഗ്രാഫിനെ തയ്യാറാക്കുന്ന അല്ലെങ്കിൽ ഓരോ ദിവസത്തെ യൂണിറ്റ് എന്താണ് പ്ലാനിനെയാണ് നമ്മൾ ഡെയിലി പ്ലാൻ അല്ലെങ്കിൽ വീക്ക്ലി പ്ലാൻ എന്ന് പറയാം. അത് ഒരാഴ്ചത്തേക്ക് തയ്യാറാക്കുമ്പോഴാണ് വീക്കെൻഡ് ആവുക എന്നുള്ളതാണ്. തഖ്തീത്ത് സനവി എന്ന് വെച്ചാൽ ഇയർ പ്ലാൻ ആണ്. അപ്പൊ അതിനൊരു എന്താണ് തഖ്തീത്ത് മുദത്തുൻ ത്വീല, ഒരു വളരെ ദീർഘമുള്ള കാലയളവ് ആവശ്യമുള്ള ഒരു എന്താണ് ഒരു പ്ലാനാണ് തഖ്തീത്ത് സനവി എന്ന് പറയുന്നത്. അത് നടക്കുന്നത് മുൻപ് ബിദായത്തുൽ ആം ദറസുൽ ജദീദ്, ഒരു പുതിയൊരു വർഷത്തിന്റെ തുടക്കത്തിലാണ്. അപ്പൊ ഇവിടെ അനൽ മുഅല്ലിം യഅദ്ദു ഖുത്തൻ കാഫിയത്തുൽ അഅമാലിഹി, തന്റെ ഒരു വർഷത്തിന് വേണ്ടിയിട്ടുള്ള എന്താണ് പൂർണ്ണമായിട്ടുള്ള ഒരു പ്ലാനാണ് അദ്ദേഹം തയ്യാറാക്കേണ്ടത്. തൂലിൽ ആം ലീദറാവിൽ മൻഹജി മുഫീദൻ, എന്തിനു വേണ്ടിയിട്ട്? ആ കരിക്കുലത്തിൽ നല്ല രൂപത്തിൽ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു വർഷത്തേക്ക് മൊത്തത്തിലുള്ള ഒരു എന്താണ് ഒരു പ്ലാനാണ് അധ്യാപകൻ ഇവിടെ തയ്യാറാക്കപ്പെടുക എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഈ ഒരു ക്വസ്റ്റ്യൻ കഴിഞ്ഞ വർഷം നമ്മൾ ഡിസ്കസ് ചെയ്തൊരു ചോദ്യമാണ്. അതായത് 2022 ഒക്ടോബറിലെ ചോദ്യമാണ് ഇങ്ങോട്ട് വന്നിട്ടുള്ളത്. എജിരി തഖ്തീത്ത് സനവി ഡേഷ് എന്ന് ചോദിച്ചിട്ടുണ്ട്. നമ്മൾ ക്ലാസ് റൂമിൽ ഡിസ്കസ് ചെയ്ത ചോദ്യമാണ്. നിങ്ങളോട് എത്രയോ വട്ടം വേണ്ട PVക്ക് അതേ രൂപത്തിൽ ചോദിക്കാറുണ്ട് എന്നൊക്കെ ഉള്ളത്. അവസാനം ഞാൻ അതേ രൂപത്തിൽ നോട്ട് വരെ തന്നിട്ടുള്ളതാ. നിങ്ങൾക്ക് ഓർമ്മക്കുണ്ടെന്ന് വിചാരിക്കുന്നു. ഓർമ്മയുണ്ടോ? PVക്ക് വെച്ച് മാത്രം നോട്ട് തയ്യാറാക്കി തന്നത്? ഇതാണ് ഞാൻ ഇന്ന് വായിച്ചിട്ട് പോണേന്ന് പറഞ്ഞത്. അടുത്തത് ഇഖ്തറൽ അസിഹു അൻ തഖ്തീത്ത് ദുറൂസുൽ യൗമിയ, എന്താണ് ഡെയിലി പ്ലാനുമായി ബന്ധപ്പെട്ട ഏറ്റവും ശരിയായ സ്റ്റേറ്റ്മെന്റ് തിരഞ്ഞെടുക്കാം. തൊവീലത്തുൽ മുദ, എന്താണ് അതിന്റെ കാലം എന്ന് പറയുന്നത് എന്താണ് വളരെ ദീർഘമുള്ളതാണ്. കസീറത്തുൽ മുദ വളരെ ഷോർട്ടാണ്. മുതവസ്സിത്തുൽ മുദ അത് എന്താണ് രണ്ടിനും ഇടയ്ക്കുള്ളതാണ്. ജമീഉമാ ദിക്റ, പറയപ്പെട്ടവയെല്ലാം ശരിയാണ്. സിമ്പിള് ചോദ്യമാണ് അല്ലെ. കസീറത്തുൽ മുദ വളരെ ഷോർട്ട് ടൈം ആയിട്ടുള്ള സാധനമാണ്. അപ്പൊ നമ്മൾ ഈ പറയുന്ന തഖ്തീത്തുൽ ഉസ്ബൂഇ, അതുപോലെ തന്നെ തഖ്തീത്തുൽ യൗമി, അതുപോലെ തന്നെ തഖ്തീത്തുൽ ഹിസത്തിന് വായന, ഇപ്പം വീക്ക്ലി പ്ലാന്, അതുപോലെ തന്നെ ഡെയിലി പ്ലാന്, അതുപോലെ തന്നെ ഹിസത്ത് ദിറാസിയ, ഒരു എന്താണ് ഒരു ക്ലാസ് ഒരു പീരീഡിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന പ്ലാനൊക്കെ എന്താണ് ഈ പറയുന്ന സൊഗറൽ മുദ എന്ന് പറയുന്നത്. അഥവാ വളരെ ഷോർട്ട് ടൈം
പ്ലാനിൽപ്പെട്ട സാധനമാണ്. നമ്മളിത് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത ഭാഗത്ത് നിന്നുള്ള ഒരു ചോദ്യമാണ്. സെയിം ക്വസ്റ്റ്യൻ ആണ് വന്നിട്ടുള്ളത് എന്നുള്ളതാണ്. ഓക്കെ, നമുക്ക് ഇൻഷാ അല്ലാഹ് അടുത്തൊരു ഭാഗത്തിൽ ഇവാലുവേഷൻ അതുപോലെ തന്നെ മറ്റു ചില ഭാഗങ്ങളിലേക്കാണ് കടക്കാനുള്ളത്. ഇൻഷാ അല്ലാഹ് അത് നാളെയോ മറ്റന്നാളോ നമുക്ക് ക്ലാസ് നടത്താം. ക്ലിയർ അല്ലേ? എത്ര സമയം ആയതുകൊണ്ട് ഞാൻ നിർത്താൻ ഉദ്ദേശിക്കാണ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? എനി ഡൗട്ട്? ഓക്കെ, അപ്പോൾ നിർത്താണ്. ശുക്രൻ ജസീലൻ ലി ഹുസ്നി ഇസ്തിമാഇക്കും വൗസിക്കും ബിദ്ദുആ.